Good afternoon, Miss. Yes. Start ചെയ്യാലോ അല്ലേ? Ready അല്ലേ? Okay. ഏഞ്ചൽ മരിയ എവിടെ വരെ നമ്മൾ എടുത്തു കഴിഞ്ഞ ക്ലാസ്സില്? ഏഞ്ചൽ പറയാൻ പറ്റുമോ? ഏഞ്ചൽ ഹലോ ഹലോ കേൾക്കാൻ പറ്റുള്ളേ? ഹലോ റെസ്പോൺസ് പ്രോബ്ലം. ഓക്കെ, അശ്വിൻ അശ്വിൻ ഉണ്ടോ? അശ്വിൻ പറയാമോ എവിടെ വരെ നമ്മൾ എടുത്തു നിർത്തിയെന്ന്? മിസ്സേ എൻട്രോ ടെർമിനോളജി ദിവ്യയ അശ്വിനി. അല്ല, ഹെപ്പറ്റോളജി വരെയാണ് പറഞ്ഞു നിർത്തിയത്. ഹെപ്പറ്റോളജി വരെയാണ് നമ്മൾ പറഞ്ഞത്. ആ സെക്ഷന്റെ അകത്ത് ഇനി ഗൈനക്കോളജി. എൻഡോക്രൈനോളജി അതിന്റെ തൊട്ട് മുകളിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ അല്ല, എൻഡോക്രൈനോളജിക്ക് മുമ്പാണല്ലോ, അത് കഴിഞ്ഞിട്ടുള്ള ക്ലാസ്സിൽ കയറിയില്ല. അപ്പൊ അശ്വിൻ മിസ് അത് അതായത് ഗൈനക്കോളജിക്ക് തൊട്ട് മേള് വരെ. അപ്പൊ ഞാനത് മേളത്തെ ഹെഡിങ് പറഞ്ഞതാ. ഓക്കെ. അപ്പൊ നമ്മള് ഹെപ്പറ്റോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് വരെയാണ് പറഞ്ഞു നിർത്തിയത്. ഹെപ്പറ്റോളജി എന്തിനു വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്? അപർണ പറയാമോ? അപർണ വിജയൻ, ഹെപ്പറ്റോളജി ഡിപ്പാർട്ട്മെന്റ് എന്തിനു വേണ്ടിയിട്ടുള്ളതാ? ഇല്ല, അപർണയ്ക്കും നെറ്റ് ഇഷ്യൂ ആണോ? അഞ്ജന പറയാമോ? അഞ്ജന പറ്റില്ല. ബിൻഷ പറയാമോ? ഡിസോർഡേഴ്സ് ഓഫ് ലിവർ. യെസ്, ഡിസോർഡേഴ്സ് ഓഫ് ലിവർ. വെരി ഗുഡ്. അപ്പൊ ചാടി നിൽക്കണം പിള്ളേരെ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോ അപ്പൊ തന്നെ ഉത്തരം പറയണം. അപ്പൊ നമ്മൾക്ക് തന്നെ ഒരു പോസിറ്റീവ് എനർജി തരുന്നത് നിങ്ങൾ കൂടിയാണ്. ഒരു ടീച്ചർക്ക് ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്നത് അത് ഏത് മേഖലയിലായാലും നമ്മളുടെ ഫ്രണ്ടില്, നമ്മളുടെ അഗേൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ഒപ്പം നിൽക്കുന്ന ആളുകൾ നമുക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇത് വൈബ് തരുമ്പോഴാണ് നമുക്ക് പോസിറ്റീവ് ആകാൻ പറ്റുക. വരുമ്പോ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ ചോദിക്കുമ്പോ അപ്പൊ തന്നെ ചാടി ഉത്തരം പറയണം. അപ്പോഴല്ലേ നമുക്കൊരു എനർജി ഉണ്ടാവുള്ളൂ. ആ ഒരു ഇപ്പൊ കണ്ട അഭിൻഷ നല്ല കൃത്യമായിട്ട് ഒറ്റയടിക്ക് ഉത്തരം പറഞ്ഞില്ലേ? അതുപോലെ അങ്ങനെ വേഗം ചാടി ഉത്തരം പറയണം. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കത് ശരി, ഞാനത് കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായില്ല, അല്ലെങ്കിൽ ഞാൻ ആ ക്ലാസ് കണ്ടില്ല മിസ്സേ എന്ന് പറയും. അങ്ങനെയെങ്കിലും പറയാം. ഒരു എനർജിയോടുകൂടി കാര്യം എന്താണ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താലേ നമുക്ക് മനസ്സിലാവുള്ളൂ. നിങ്ങൾ എന്താ പറയാ, അൺമ്യൂട്ട് ചെയ്യാതെ നിങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് ചിലപ്പോ നമ്മളൊന്നും ചോദിക്കുന്നതിന് ഒരു റെസ്പോൺസ് തരുന്നില്ല എങ്കിൽ അതൊരു നെഗറ്റിവിറ്റി ഫീൽ ചെയ്യും. നമുക്കത് തോന്നുമോ ഈ പിള്ളേര് ഒന്നും പറയണതൊന്നും പഠിക്കുന്നില്ലേ, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റാഞ്ഞിട്ടാണോ? മനസ്സിലായി എന്നാണ് നിങ്ങൾ ഏതെങ്കിലും ടോപ്പിക് മനസ്സിലാവാത്തുണ്ടെങ്കിൽ അപ്പൊ തന്നെ നമ്മൾ ക്ലിയർ ചെയ്തിട്ടാ പോകുന്നത്. അടുത്ത ദിവസത്തേക്ക് മാറ്റിയൊന്നും വെക്കാൻ പറഞ്ഞിട്ടില്ല നിങ്ങളോട്. പോകുന്നതിന് മുമ്പ് അത് ക്ലിയർ ചെയ്തിട്ട് പോകുക. അതായത് ക്ലാസ് ലാസ്റ്റ് നമ്മൾ ചോദിക്കുന്നുണ്ട്, ഇന്നെടുക്കുന്ന അത്രയും ഭാഗം മനസ്സിലായോ എന്നൊക്കെ ചോദിച്ചൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടൊക്കെയാണല്ലോ നമ്മൾ പോകുന്നത്. പിന്നെ നിങ്ങൾ ഒന്ന് രണ്ട് പ്രാവശ്യം എടുക്കുന്ന ടോപ്പിക്സ് ഒന്ന് വായിച്ചുകൂടി നോക്കണം. അപ്പോഴാണ് കറക്റ്റ് ആകുക. എല്ലാം കൂടി വേണ്ടേ? അല്ലെങ്കിൽ ഇപ്പൊ 1 മണിക്കൂർ ഇരുന്നിട്ട് ഒരു ടീച്ചർ വന്നിരുന്ന ക്ലാസ്സിൽ വന്നിരുന്ന എന്തൊക്കെയോ കുറെ പഠിപ്പിച്ചിട്ട് പോകുന്നു. അവർ വാ പോലും അടയ്ക്കുന്നില്ല. 1 മണിക്കൂറോളം ഇങ്ങനെ കണ്ടിന്യൂസ് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ തുടക്കം തന്നെ നിങ്ങൾ ആ ഒരു ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ, എവിടെയാണ് നമ്മൾ പഠിച്ചു നിർത്തി അവിടെ നിന്ന് നിങ്ങൾ എത്താനും ഒക്കെ വേണ്ടിയിട്ടും കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു എന്നൊക്കെ പറയാനും വേണ്ടിയിട്ടൊക്കെ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ചോദിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ചോദിക്കുമ്പോ അപ്പൊ തന്നെ ഒന്ന് അൺമ്യൂട്ട് ചെയ്തൊന്ന് പറയാം. അല്ലെങ്കിൽ മിസ് എനിക്ക് ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കേറില്ല,
ഓക്കെ. അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്താന്ന് വെച്ചാൽ പറയുക കേട്ടോ. പറയുമ്പോഴാണ് നമുക്കതൊരു നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുമ്പോഴാണ് നമുക്കതൊരു നല്ല ഒരു കാര്യമായിട്ട് വരിക. അത് അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഒരു ഇന്ററാക്ഷൻ സെഷൻ പോലെയുള്ള കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കും. ഇന്ററാക്ഷൻ മീൻസ് അത്രയധികം ഇന്ററാക്ഷൻസ് ഒന്നും നടത്തുന്നില്ല. നമ്മൾക്ക് ഓൾ മ്യൂട്ട് കൊടുത്തിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ നിങ്ങളോട് ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനെങ്കിലും ഒരു ഉത്തരം പറയും എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോഴാണ് നമ്മൾ എത്രത്തോളം പറയുന്നത് അവർക്ക് മനസ്സിലാക്കിയത് അറിയാൻ പറ്റുക. ഓക്കെ, വാട്ട് എവർ ഇറ്റ് മേ ബി. നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഞാൻ പോവുകയാണ്. ഗൈനക്കോളജി ആണ് ഇനി അടുത്ത ഡിപ്പാർട്ട്മെന്റ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം ടീച്ചർ അതൊന്നും ചോദിക്കുന്നത് വേണ്ട, ഞങ്ങള് പഠിച്ചോളാം, നിങ്ങളൊക്കെ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി തീർത്തിട്ട് അങ്ങോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഭാഗം എന്താ പറയാ വേഗം തീർത്ത് നമ്മുടെ ബാധ്യത തീർക്കാം. അതല്ലല്ലോ, അങ്ങനെയല്ലല്ലോ. ബാധ്യത തീർക്കുക എന്നുള്ളതല്ല, എത്രത്തോളം നമ്മൾ എഫിഷ്യന്റ് ആയിട്ടും എത്രത്തോളം എന്താ പറയാ നല്ല രീതിയിലും സാറ്റിസ്ഫൈഡ് ആയിട്ടും ഒരു കാര്യങ്ങൾ ഏത് ജോലി ചെയ്യുമ്പോഴും അതിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടണം അല്ലെ. അത് നമ്മൾ പഠിക്കുന്നുണ്ട്. സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമുക്ക് വേണം ഏത് രീതിയിലായാലും. അത് കിട്ടുമ്പോഴാണ് നമ്മൾ ചെയ്ത ജോലിക്ക് ഒരു അർത്ഥം ഉണ്ടാക്കുക. അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ ഇങ്ങനെ കടമ നിർവഹിക്കുന്നത് പോലെ ആകില്ലേ, നമ്മുടെ ബാധ്യത തീർക്കുന്നത് പോലെ ആകും. ഓക്കെ, നിങ്ങൾ എന്താന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, ഞാൻ അതനുസരിച്ച് പെരുമാറിപ്പോളാം. ഓക്കെ, ഗൈനക്കോളജി ആണ് നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. നമ്മൾ എല്ലാവരും വിമൻ ആണ് കൂടുതലും ആളുകൾ ഇതിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്നത്, കുറച്ച് പേരൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് വിച്ച് ഡീൽസ് വിത്ത് ദ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് പ്രോബ്ലംസ് വിച്ച് റിലേറ്റ്സ് ടു ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം അല്ലെ. സ്ത്രീകളുടെ പ്രത്യുൽപാദനവുമായി ബന്ധപ്പെട്ട ഒരു എന്താ പറയാ ഡിപ്പാർട്ട്മെന്റ്. പ്രത്യുൽപാദനത്തെ നേരിട്ടോ അല്ലാതെയോ സംബന്ധിക്കുന്ന ചില കാര്യങ്ങൾക്ക്, ചില ഡിസോർഡേഴ്സിന് ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഗൈനക്കോളജി എന്ന് പറയുന്നത്. ആൻഡ് വി നോ ദാറ്റ് വിമൻസ് ലൈഫ് ഈസ് മാർക്ഡ് ബൈ യൂണിക് ചേഞ്ചസ് എന്നാണ് പറയാ. അതായത് നമ്മൾ സ്ത്രീകളായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ സ്ത്രീകളുടെ ആ ഒരു ലൈഫ് എന്ന് പറയുന്നത്, ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമാണ് അല്ലെ. അത് ഒരുപാട് എല്ലാം ഒരുപോലെയുള്ള മാറ്റങ്ങളും അല്ല. നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസിൽ മാറ്റങ്ങൾ വരുന്നു, മെന്റലി നമുക്ക് ഒത്തിരി മാറ്റങ്ങൾ. ഒരു പെൺകുട്ടിയായിട്ട് ജനിച്ച് ആഫ്റ്റർ അറ്റൈനിങ് ദ പീരീഡ് ഓഫ് മെനാർക്ക്, മെൻസുറേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ആ പീരീഡ് മുതൽ അപ് ടു ദ ഏജ് ഓഫ് അപ് ടു ദ സ്റ്റേജ് ഓഫ് മെനോപോസ് പീരീഡ്, അതായത് നമ്മുടെ ആർത്തവ വിരാമം വരെയുള്ള ആ ഒരു കാലഘട്ടങ്ങൾ, ആ ഒരു ഡ്യൂറേഷനിൽ മെനി ചേഞ്ചസ്, യൂണിക് ചേഞ്ചസ് എന്നാ പറയുന്നത്. ഒറ്റപ്പെട്ട മാറ്റങ്ങളാണ് മനുഷ്യ സ്ത്രീകളുടെ ലൈഫിൽ ഉണ്ടാകുന്നത്. മെന്റലിയും ഫിസിക്കലിയും വി ഹാവ് മെനി ചേഞ്ചസ്. നമ്മൾ അണ്ടർഗോ മെനി ചേഞ്ചസ്, ഒത്തിരി മാറ്റങ്ങൾക്ക് വിധേയമായതാണ് സ്ത്രീ ശരീരം. അതുപോലെ തന്നെ സ്ത്രീകളുടെ മെന്റൽ ഒരു സ്ട്രെങ്ത് ഒക്കെ നമ്മളുടെ ഈ പറയുന്ന മൂഡ് അനുസരിച്ച്, അല്ലെങ്കിൽ നമുക്ക് ഇത്തരം മാറ്റങ്ങൾക്കനുസരിച്ച് ചില ആളുകളിൽ ഭയങ്കരമായിട്ടുള്ള ചില മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളും അല്ലെ ടെൻഷൻസും ഒക്കെ വരാറുണ്ട്. അപ്പൊ ഇതൊക്കെ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു വിഭാഗമാണ് സ്ത്രീകൾ എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ ഈ പറയുന്ന മെനാർക്ക് പീരീഡ് മുതൽ മെനോപോസ് പീരീഡ് വരെ അവർക്കുണ്ടാകുന്ന ഈ ചേഞ്ചസിൽ ദേ മേ ഹാവ് സം പ്രോബ്ലംസ്, ചില ഡിസീസസ് ഒക്കെ അവർക്ക് വരാറുണ്ട്. ആ ഒരു ഡിസീസസ് ഒക്കെ ക്യൂർ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മുടെ ഗൈനക്കോളജി എന്ന് പറയുന്നത്. ആഫ്റ്റർ അറ്റൈനിങ് ദ മെനാർക്ക് പീരീഡ്, അതായത് നമ്മുടെ സ്റ്റാർട്ടിങ് ഒരു സ്റ്റേജ് ഓഫ് മെൻസുറേഷൻ, പീരീഡ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മുതൽ, അതുപോലെ നമ്മുടെ കൺസംഷൻ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേം ഫെർട്ടിലൈസിങ് പീരീഡ് ആണ്. എഗ് ഒക്കെ അണ്ടമൊക്കെ പാകമാകുന്ന ഒരു സമയം, പ്രഗ്നൻസി പീരീഡ്, ചൈൽഡ് ബർത്ത് പീരീഡ്. ആഫ്റ്റർ ദാറ്റ് ഓൾ ദീസ് തിങ്സ് ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ലാസ്റ്റ് ഒരു പീരീഡ് ഉണ്ട്, അതെന്താ മെനോപോസ് പീരീഡ് ആണ്, ആർത്തവ വിരാമം. ഈ പറയുന്ന ആ ഒരു എന്താ പറയാ ലൈഫ് സ്പാനിനകത്ത് ഒത്തിരി മാറ്റങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ ഒത്തിരി പ്രോബ്ലംസും ഇവർ ഫേസ് ചെയ്യുന്നുണ്ട്. ഇറഗുലർ പീരീഡ്സ് വരുന്നത് അല്ലെ, മെൻസുറേഷൻ കറക്റ്റ് ആയിട്ട് പീരീഡ് വരാതെ മാസത്തില് ഇത്ര ദിവസങ്ങൾക്ക് ബിറ്റ്വീൻ അടുത്തത് വരും അല്ലെ. അപ്പൊ ആ ഒരു കറക്റ്റ് ഡേറ്റിംഗ്സിൽ അത് കറക്റ്റ് ആയിട്ട് വരാതിരിക്കുന്നതാണ് ഇറഗുലർ ആയിട്ടുള്ള ഈ പറയുന്ന പീരീഡ്സ്. അപ്പൊ അത്തരം ചേഞ്ചസ് ഒക്കെ വരുമ്പോ, അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങളൊക്കെ നേരിടുമ്പോ നമ്മൾ എന്ത് ചെയ്യും, അതൊന്നും കണ്ടില്ല എന്ന് വെക്കും. ആഫ്റ്റർ ഓൾ നമ്മൾ വിചാരിക്കും അത് കുഴപ്പമില്ല, വന്നില്ലെങ്കിലും പ്രശ്നമില്ല, നമുക്ക് അത്രയും ഫ്രീ ആയിട്ട് നടക്കാനോ, അത് അറിയാം ഇത് ഒത്തിരി പെയിൻഫുൾ ആണ്, പിന്നെ ഈ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുന്നതും ഒത്തിരി ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങളൊക്കെ അതിനകത്തുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ഒരു 1-2 മാസമൊക്കെ ഇല്ലാണ്ടിരിക്കുമ്പോൾ നമ്മൾ സന്തോഷിക്കും അല്ലെ. പക്ഷെ ആഫ്റ്റർ ഓൾ നിങ്ങൾ ആലോചിക്കണം, ഇറ്റ് ഓൾ അഫക്ട്സ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി അവർ റീപ്രൊഡക്ഷൻ സിസ്റ്റം. പക്ഷെ ഇത് നമ്മൾ ഇതിനെ കണ്ടില്ല എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ അതിനെ ശ്രദ്ധിക്കാതെ കെയർലെസ് ആക്കി മാറ്റിയാൽ എന്ത് പറ്റും, അവസാനം അത് നമ്മുടെ പ്രത്യുൽപാദന വ്യവസ്ഥയെ തന്നെ എന്ത് ചെയ്യും, ബാധിക്കാനായിട്ട് സാധ്യതകളുണ്ട്. അറ്റ് ദ ഏർലി സ്റ്റേജ് ഓഫ് മെൻസുറേഷൻ, മെനാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർത്തവ ആരംഭം
മെനോപോസ് എന്ന് പറഞ്ഞാൽ ആർത്തവവിരാമം. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളുടെ എന്തിനെ ബാധിക്കും? പ്രത്യുൽപാദനത്തെയൊക്കെ ബാധിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ഇത്തരം ഇറഗുലാരിറ്റീസ് ഒക്കെ ഫീൽ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ജസ്റ്റ് കൺസൾട്ട് ചെയ്യുക ഗൈനക്കോളജിസ്റ്റ്. നമുക്ക് ഇത്തരം ആളുകളെയൊക്കെ കൺസൾട്ട് ചെയ്ത് നമുക്ക് നേരത്തെ തന്നെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. മുളയിലേ നിന്നുള്ളതെന്നൊക്കെ പറയില്ലേ നമ്മള്, തുടക്കം തന്നെയുള്ള എന്ത് ഡിസീസസ് നമുക്ക് മാറ്റാനായിട്ട് എളുപ്പമാണ്. അത് കുറെ സ്റ്റേജസ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒത്തിരി അങ്ങോട്ട് മാറി കഴിയുമ്പോഴാണ് നമുക്ക് അതിനെ ക്യൂർ ചെയ്യാനായിട്ട് താമസം വരിക, അല്ലെങ്കിൽ ഭേദമാകാനായിട്ട് അതിന് ഒത്തിരി കാലതാമസം എടുക്കുന്നത് എപ്പോഴായിരിക്കും? നമുക്കത് കറക്റ്റ് ആയിട്ട് ആ ബിഗിനിങ് സ്റ്റേജിൽ നമ്മൾ എല്ലാം ചെയ്ത് അവസാനം കൊണ്ടുപോയി രോഗത്തെ ചികിത്സിക്കാൻ നടക്കാതെ എന്തെങ്കിലുമൊക്കെ നമ്മൾ അതുപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നേരത്തെ തന്നെ കണ്ടെത്തി അതിനുള്ള ചികിത്സകൾ, ട്രീറ്റ്മെന്റുകൾ എടുക്കുക. അതാണ് നമുക്ക് ഏറ്റവും നല്ല കാര്യം. ഇന്നത്തെ കാലത്തൊക്കെ അത് തന്നെയാണ്. പക്ഷെ ഒരു പരിധി വരെ നമ്മൾ എന്ത് ചെയ്യും? വെച്ചുകൊണ്ടിരിക്കും. നമ്മൾ തന്നെ എന്താകും? ഡോക്ടേഴ്സ് ആകും. അത് ഇന്നതുകൊണ്ടായിരിക്കാം, അങ്ങനെയായിരിക്കാം, ഓക്കെ, അങ്ങനെയാണ് നമ്മൾ വിചാരിക്കും. കൂടുതൽ ബ്ലീഡിങ് വരുന്നവരുണ്ട് അതോടൊപ്പം തന്നെ. അപ്പൊ നമ്മൾ ചോദിക്കുമോ അത് കുറെ ചിലപ്പോ എന്താ പറയാ കാലാവസ്ഥ, ക്ലൈമറ്റ് ചേഞ്ചസ് കൊണ്ട് ഉണ്ടാകുന്നതാകാം, അല്ലെ അങ്ങനെയാണ് ഇങ്ങനെയാണ്, കുറെ നിഗമനങ്ങൾ, കുറെ അസംഷൻസ് നമ്മൾ അത് വരുത്തി തീർക്കും. അല്ലെങ്കിൽ മറ്റുള്ളവർ ആരെങ്കിലും പറഞ്ഞു തരുന്നത് പോലെ. ഇന്ന് ഇത്തരം ഒത്തിരി പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നതിന്റെ ഒത്തിരി കാരണങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈലാണ്. ഒത്തിരി നമ്മളുടെ ഫുഡ്, നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നും ഉണ്ടാകുന്ന ചില ഒത്തിരി ഫുഡുകളിലൊക്കെ പല കെമിക്കൽസും ഒക്കെ വെച്ചിട്ടാണ്. അപ്പൊ ഹോർമോൺസ് ചേഞ്ചസ് ഒക്കെ വരുന്നതൊക്കെ ഈ കഴിക്കുന്ന ഫുഡുകളിൽ നിന്നും ഒക്കെ ഒത്തിരി മാറ്റങ്ങൾ വരുന്നുണ്ട്. ഒത്തിരി നമ്മൾ ഈ ചിക്കനൊക്കെ ഒത്തിരി ഹോർമോൺസ് ഒക്കെ കുത്തിവെച്ചിട്ടൊക്കെ ഉള്ളതൊക്കെയാണ് കഴിക്കുന്നത്. അപ്പൊ അത്തരം മാറ്റങ്ങൾ കൊണ്ടും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ നേരത്തെ തന്നെ കണ്ടെത്തി ചികിത്സിച്ചാൽ നമുക്ക് അതിനെയൊക്കെ ഒരു പരിധിവരെ നമുക്ക് അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാൻ, അല്ലെങ്കിൽ അത്തരം രോഗങ്ങളിൽ നിന്നും ഹീൽ ചെയ്യാനായിട്ടൊക്കെ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ ബാധിക്കുന്ന എല്ലാ തരത്തിലുള്ള ട്രീറ്റ്മെന്റുകളും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഗൈനക്കോളജി. ആൻഡ് ഇത് എസ്പെഷ്യലി ഇത് ഫോക്കസ് ചെയ്യുന്നത് ബ്രാഞ്ച് ഓഫ് മെഡിസിൻസ് ഓർ ഏരിയാസ് വിച്ച് ഈസ് ഗൈനക്കോളജി, ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഇൻഫെർട്ടിലിറ്റി. ഇത് പ്രധാനമായിട്ടും കൈവച്ചിരിക്കുന്ന മേഖലകൾ എന്ന് പറയുന്നത് ഗൈനക്കോളജിയും ഒബ്സ്റ്റെട്രിക്സും ഇൻഫെർട്ടിലിറ്റിയുമാണ്. ഗൈനക്കോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ ഒരു സ്ത്രീകളുടെ മെനാർക്ക് പീരീഡിന്റെ തുടക്കം മുതൽ മെനോപോസ് വരെ ഉണ്ടാകുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്കുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ്, അതാണ് ഗൈനക്കോളജി. ഒബ്സ്റ്റെട്രിക്സ് അതല്ല. ഒബ്സ്റ്റെട്രിക്സ് എന്താണ്? അതായത് ഒരു പെൺകുട്ടി അമ്മയാകുന്ന ആ ഏർലി സ്റ്റേജ് മുതൽ, ഏർലി സ്റ്റേജ് ഓഫ് മദർഹുഡ്, ഒരു അമ്മയായി എന്ന് അറിയപ്പെടുന്ന ഒരു സമയമുണ്ടല്ലോ, അവിടെ നിന്ന് മുതൽ അമ്മയും കുട്ടിയും, അതായത് ചൈൽഡ് ബർത്തിന് ശേഷവും ആഫ്റ്റർ എ പർട്ടിക്കുലർ പീരീഡ്, കുട്ടി ഉണ്ടായതിനു ശേഷം, അതിന് നമ്മൾ വിളിക്കുന്ന പേര് പോസ്റ്റ് പാർട്ടം പീരീഡ് എന്നാണ്. പോസ്റ്റ് പാർട്ടം, പോസ്റ്റ്മോർട്ടം അല്ല, പോസ്റ്റ് പാർട്ടം പീരീഡ്. ദാറ്റ് മീൻസ് ആഫ്റ്റർ എ പീരീഡ് ആഫ്റ്റർ ചൈൽഡ് ബർത്ത്, അതായത് കുട്ടി ജനിച്ചതിന് ശേഷം ഒരു 10-28 ദിവസമൊക്കെ വരെ, അതുവരെയുള്ള ഒരു കംപ്ലീറ്റ് നമുക്കൊരു എന്താ പറയാ ചികിത്സ കിട്ടുന്ന ഒരു പാക്കേജ് ആണ് എന്ന് വിളിക്കുക ഒബ്സ്റ്റെട്രിക്സ്. അമ്മയാകാൻ തുടങ്ങുന്ന ഫസ്റ്റ് സ്റ്റേജ്, നമ്മളൊരു അമ്മയായി എന്ന് അറിയുന്ന ഒരു സമയമുണ്ടല്ലോ, അവിടെ നിന്ന് മുതൽ അമ്മയ്ക്കും കുട്ടിക്കും വേണ്ട എല്ലാ തരത്തിലുള്ള പരിചരണങ്ങൾ ഉൾപ്പെടെ, അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്നു? നമ്മള് പ്രസവം കഴിഞ്ഞതിന് ശേഷം അതേ അമ്മയ്ക്കും കുട്ടിക്കും തന്നെ വേണ്ട ചില ശാരീരികമായിട്ടുള്ള ചില ചികിത്സകൾ വേണം, അല്ലെ? മരുന്ന് കൊടുക്കുന്നതൊക്കെ ഉണ്ട്. അതുപോലെ കഴിക്കുന്ന ഫുഡ്, ഉഴിച്ചില്, പിച്ചില്, ഇതൊക്കെ ഉൾപ്പെടെ. അതുപോലെ കുട്ടിയെ കുളിപ്പിക്കുന്നതും അവരുടെ ഏതെങ്കിലുമൊക്കെ ബോഡി പാർട്സിലൊക്കെ എന്തെങ്കിലും കറക്ഷൻസ് ഒക്കെ വരുത്താനുണ്ടെങ്കിൽ, ഇപ്പൊ മൂക്ക് ചെരിഞ്ഞു വരും, മൂക്കിന് ഷേപ്പില്ല, കണ്ണിന് ഷേപ്പില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ താടിയൊക്കെ ഇങ്ങനെ ആക്കി എടുക്കുന്ന ഓരോ ചികിത്സകളുണ്ടല്ലോ, അതൊരു തരം എന്താ പറയാ അവരുടെ കുളിപ്പിക്കുന്ന സമയത്തൊക്കെ മാറ്റിയെടുക്കേണ്ട ചില കാര്യങ്ങളാണ്. അത് ഇത്രയും ദിവസം ഉണ്ട്, അതിന് 10-15 ദിവസം വരെയൊക്കെയാണ് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് കറക്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഒരു പരിധി വരെ അതൊക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഉദാഹരണത്തിന് കുട്ടികളൊക്കെ ഇങ്ങനെ ഈ നോർമൽ പ്രസവത്തിലൊക്കെ ഈ താമസം വരും, ഇപ്പൊ ജനിക്കാനൊക്കെ. അപ്പൊ ഈ തലയൊക്കെ പുറത്തേക്ക് വന്നിട്ട് പിന്നെ ചിലപ്പോ സ്റ്റക്കായി നിൽക്കും. അപ്പൊ ഈ തലയുടെ ഭാഗമൊക്കെ ഇങ്ങനെ ബാക്ക് വശമൊക്കെ നീണ്ടിരിക്കും കുറച്ച്. അതായത് ഒരു എന്താ പറയാ ഒരു സ്ഫിയർ ഷേപ്പ് അല്ലാത്ത രീതിയിൽ, ഒരു ഗോളത്തിന്റെ രൂപം അല്ലാതെ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ പുറത്തേക്ക് തള്ളി ഓവൽ ഷേപ്പിലൊക്കെ പോയിരിക്കും. അപ്പൊ നമുക്കതൊക്കെ കുട്ടികൾക്ക് എന്താ പറയാ കുളിപ്പിക്കുന്ന സമയത്തൊക്കെ അവര് എണ്ണയൊക്കെ ഇട്ടിട്ട് ഒരു പ്രത്യേക രീതിയിലൊക്കെ അതിനെ റൗണ്ട് ചെയ്ത് ഇങ്ങനെ എന്താ പറയാ കൊടുത്തു കഴിയുമ്പോൾ, മെസ്സാജിങ് ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ അതൊക്കെ കറക്റ്റ് ചെയ്യാനൊക്കെ പറ്റും. അതുപോലെ പല അവയവങ്ങൾ, കാലും കൈയും ഒക്കെ പിടിച്ച് നീട്ടുന്നത് കണ്ടിട്ടില്ലേ? കൊച്ചുകുട്ടികളൊക്കെ കുളിപ്പിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടില്ലോ. ഇന്ന്
അതൊക്കെ പ്രൊവൈഡ് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഹോസ്പിറ്റൽസിൽ തന്നെ ഒരു സെപ്പറേറ്റ് വിഭാഗമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പൊ ഹോസ്പിറ്റൽസിൽ മാത്രമല്ല ഔട്ട്സൈഡിലും ഇതുപോലെയുള്ള സ്പെഷ്യൽ സെന്റേഴ്സ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ആഫ്റ്റർ ചൈൽഡ് ബർത്ത് എന്താ പറയാ കൊടുക്കേണ്ട ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്ന പല സെന്റേഴ്സ് യൂണിറ്റുകളും ഇന്ന് പുറത്തും പ്രവർത്തിക്കുന്നുണ്ട്. ഇനി ഇത് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്കറിയാം പണ്ടൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ എവിടെയും ചെയ്തിരുന്നത് നമ്മുടെ വീടുകളിലാണ്. നമ്മൾ പ്രസവമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ സ്വന്തം വീട്ടിലേക്ക് അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് നമ്മൾ പോകുന്നു. അവിടെ വന്നു കഴിയുമ്പോൾ അവിടുത്തെ ഗ്രാൻഡ് മദേഴ്സ് ഒക്കെയാണ് അല്ലെങ്കിൽ അവരൊക്കെയാണ് നമ്മളെ കുളിപ്പിച്ചിരുന്നത്. അമ്മയും അതുപോലെ കൊച്ചിനെയൊക്കെ കുളിപ്പിക്കുന്നത് അതൊരു വലിയ ടാസ്ക് തന്നെയാണ്. കുളിപ്പിക്കുന്നതിന് ഒരു പ്രത്യേക രീതിയുണ്ട്, കൊടുക്കുന്ന ഫുഡ് ഒരു പ്രത്യേക രീതിയിലാണ്. അവരുടെ ബോഡി സ്ട്രക്ചറിനെ പണ്ടത്തെ രീതിയിലേക്ക് റീഗെയിൻ ചെയ്തെടുക്കാൻ വേണ്ട രീതിയിലുള്ള കുറെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. കിടക്കുന്ന രീതി അവര് നമുക്ക് ഇൻസ്ട്രക്ട് ചെയ്ത് തരും. ഇങ്ങനെ കിടക്കണം, അങ്ങനെ കിടക്കാൻ പാടില്ല, പൊളഞ്ഞൊന്നും കിടക്കാൻ പാടില്ല, സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കണം, അതും ബെഡൊന്നും ഇട്ട് കിടക്കാൻ പാടില്ല, ഇങ്ങനെ വെറുതെ പലകയുടെ എന്താ പറയാ കട്ടിലിനകത്ത് വെറുതെ ഒരു പായ മാത്രം ഇട്ട് കിടക്കാം, അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. അപ്പൊ അത് നമ്മുടെ ബോഡി സ്ട്രക്ചറും അതുപോലെ നമ്മുടെ എല്ലുകൾക്കൊക്കെ ബലവും അതുപോലെ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ എല്ലിലൊക്കെ സ്ട്രക്ചേഴ്സ് ഒക്കെ മാറ്റം വന്നിട്ടുണ്ട്. അതൊക്കെ റീഗെയിൻ ചെയ്തെടുക്കാൻ ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന അതായത് ബിഗിനിങ് സ്റ്റേജ് ഓഫ് പ്രഗ്നൻസി മുതൽ ആഫ്റ്റർ ചൈൽഡ് ബർത്ത് വരെ ഒരു പ്രത്യേക കാലഘട്ടം വരെ എല്ലാ കാര്യങ്ങളും അത്തരം സർവീസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഒബ്സ്റ്റെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഗൈനക്കോളജിയിൽ നിന്ന് വ്യത്യസ്തമാണത്. ഗൈനക്കോളജി എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളിൽ അവരുടെ പ്രത്യുൽപാദനവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളൊക്കെ, ഇറഗുലർ ആയിട്ട് വരുന്ന പീരീഡ്സ്, അതുപോലെ തന്നെ പീരീഡ്സ് സമയത്തിന് എന്താ പറയാ എത്ര ഏജ് ആയിട്ടും ആയിട്ടില്ല. ഇന്നത്തെ കുട്ടികളിൽ നമുക്ക് കാണുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പണ്ടൊക്കെ 15-16 വയസ്സൊക്കെ ആകുമ്പോഴാണ്. ഇപ്പൊ എന്താ പറയാ ഇൻ ബിറ്റ്വീൻ 9th ക്ലാസ്സിലേക്ക് കയറുന്നതിന് മുമ്പ് അല്ലെങ്കിൽ 10th എന്താ പറയാ ക്ലാസ്സിലേക്ക് കയറി ആ ഒരു വെക്കേഷൻ പീരീഡിൽ ഒക്കെയാണ് കുറെ ആളുകൾക്ക് കുട്ടികൾക്ക് 10th ഒക്കെ ആവാറാകുമ്പോ ഏകദേശം ഒരു 14-15 വയസ്സിന്റെ റേഞ്ചിലാണ് പണ്ടൊക്കെ ഈ മെനാർക്കൊക്കെ വരുന്നത്. അതായത് മെൻസുറേഷൻ എന്ന് പറയുന്ന സംഭവം ആദ്യമായിട്ട് പെൺകുട്ടികൾ വരെ. ഇന്ന് പക്ഷെ അതല്ല. ഇന്ന് 10-11 വയസ്സ് വരെയൊക്കെ തുടങ്ങി നമ്മൾ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കണം. കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കി ഒക്കെ കൊടുക്കും. കാരണം എന്താന്ന് വെച്ചാൽ അവർക്ക് അറിയില്ലാതെ പോകരുത്. പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് ഓൾറെഡി ഇതൊക്കെ അറിയാം. നമ്മൾ അതിനെ കുറിച്ചുള്ള ഇൻസ്ട്രക്ഷൻസ് കുട്ടികൾക്ക് നേരത്തെ കുട്ടി കൊടുത്തിരിക്കും. കാരണം അവര് പെട്ടെന്ന് ഇതൊക്കെ കണ്ട് ചിലപ്പോൾ ചില കുട്ടികളെ പേടിച്ചു പോകും, എന്താണ് ഇങ്ങനെ ഇതൊക്കെ അല്ലെ. അപ്പൊ അതൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ നമ്മൾ കുറച്ച് ഇൻഫോർമേഷൻസ് ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കും. അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ അവര് കൂട്ടുകാരുമായിട്ടൊക്കെ ഷെയർ ചെയ്ത് അവർ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുകയും ചെയ്തോളും. ഓക്കെ, ഒന്ന് ചെറുതായിട്ട് നമ്മളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ കുറെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഈ ഒരു കംപ്ലീറ്റ് നമ്മുടെ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ ബാധിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ഗൈനക്കോളജി. അതിൽ നിന്നും കുറച്ച് സബ് സ്പെഷ്യാലിറ്റി എന്നൊക്കെ പറയാം. അവർ ഫോക്കസ് ചെയ്യുന്ന മറ്റൊരു മേഖലയാണ് ഏർലി ബിഗിനിങ് സ്റ്റേജ് ഓഫ് പ്രഗ്നൻസി മുതൽ ആഫ്റ്റർ ചൈൽഡ് ബർത്ത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന ചെറിയ കുറച്ച് കാലഘട്ടം, ഒരു പീരീഡ് വരെ, ഒരു 10-15 ദിവസമൊക്കെ ഒരു ട്രീറ്റ്മെന്റും കൂടി പ്രൊവൈഡ് ചെയ്യുന്ന ഫുൾ കവർ പാക്കേജ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഒബ്സ്റ്റെട്രിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്താ? ഇൻഫെർട്ടിലിറ്റി ആണ്. ഇൻഫെർട്ടിലിറ്റി എന്താ? വന്ധ്യതയ്ക്കുള്ള ചികിത്സയും കൊടുക്കുന്ന ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അതായത് കുട്ടികളെ ഗർഭം ധരിക്കാൻ പറ്റാതെ ഇരിക്കുന്ന ഒരു അവസ്ഥ, അതിനെയാണ് നമ്മൾ ഇൻഫെർട്ടിലിറ്റി എന്ന് വിളിക്കുക. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ചികിത്സിച്ച് ഭേദമാക്കാം. ചിലതൊക്കെ എന്താ പറയാ പല രീതിയിലൂടെയൊക്കെ അവര് ചെയ്ത് ഫെർട്ടൈൽ ആക്കുക. അതായത് ആ ഗർഭം ധരിക്കാനുള്ള ആ ഒരു രീതിയിലേക്ക് ആളെ കൊണ്ടുവരാം. പെൺകുട്ടിയൊക്കെ സ്ത്രീകൾക്ക് അതിനുള്ള ഫെർട്ടിലിറ്റിക്ക് ഒരു കേപ്പബിൾ ആക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരാനുള്ള സ്പെഷ്യൽ കെയർ കൊടുക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മുടെ ഗൈനക്കോളജിയിലെ സബ് ഏരിയ ആയിട്ടുള്ള ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്. ആഫ്റ്റർ ഓൾ നമുക്ക് പറയാം ഗൈനക്കോളജി ഈസ് ദ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് വിച്ച്, അതായത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് മെഡിസിൻസ് മാത്രമല്ല പ്രൊവൈഡ് ചെയ്യുന്നത്, സർജറി തെറാപ്പീസും നടക്കുന്നുണ്ട്. വിച്ച് ഇൻക്ലൂഡ്സ് ദ കംപ്ലീറ്റ് സ്പെക്ട്രം ഓഫ് ഡിസോർഡേഴ്സ് ഓഫ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. അങ്ങനെയാണ് അതിന് പറഞ്ഞേക്കുന്നത്. ഇത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ എന്ത് ഡിസോർഡേഴ്സ് ഉണ്ടായാലും അതിന്റെ ഒരു കംപ്ലീറ്റ് സ്പെക്ട്രം കവർ ചെയ്യുന്ന ഫുൾ ഇത് കവർ ചെയ്യുന്ന രീതിയിലുള്ള സർജറി അതുപോലെ തന്നെ മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിനെയാണ് നമ്മൾ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? എന്താണെന്ന് മനസ്സിലായോ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ്? യെസ്, ഓക്കെ. നമുക്ക് അടുത്ത ഡിപ്പാർട്ട്മെന്റ് പറയാം. അടുത്തത് നമ്മൾ ഇപ്പൊ പറഞ്ഞ ഗൈനക്കോളജിയിൽ വന്ന ഒരു സ്പെഷ്യൽ ഏരിയ പറഞ്ഞു. ഏതാണത്? ഒബ്സ്റ്റെട്രിക്സ് എന്ന് പറയുന്ന ഒരു ഏരിയ പറഞ്ഞു. അത് തന്നെയാണ് വീണ്ടും എടുത്ത് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇറ്റ് ഈസ് എ ഡിപ്പാർട്ട്മെന്റ് വിച്ച് സ്പെഷ്യലി ഫോക്കസ് ഓൺ ദ കെയർ ഓഫ് മദർ ആൻഡ് ചൈൽഡ് ഡ്യൂറിംഗ്
ബർത്ത് ആൻഡ് ഓൾസോ ആഫ്റ്റർ ചൈൽഡ് ബർത്ത്. അതായത് പ്രഗ്നൻസിയുടെ ആ കാലഘട്ടം മുതൽ ഡ്യൂറിംഗ് ദ ബർത്ത്, അതായത് കുട്ടിയെ പ്രസവിക്കുന്നത് സമയം വരെയും മാത്രമല്ല പ്രസവശേഷമുള്ള കുറച്ച് കാലഘട്ടം വരെയും എല്ലാ തരത്തിലുള്ള കെയർ കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഒബ്സ്റ്റെട്രിക്സ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഈ പറയുന്ന നമ്മൾ അപ്പൊ ഒബ്സ്റ്റെട്രിക്സില് അതാണ് സാധാരണ കംപ്ലീറ്റ് ആയിട്ട്, അതായത് പ്രഗ്നൻസിയുടെ തുടക്കം മുതൽ. മറ്റേതൊക്കെയല്ല, പ്രഗ്നൻസി ആവണ്ട, അല്ലാതെ തന്നെ പെൺകുട്ടികളിൽ ഉണ്ടാകാവുന്ന പല അസ്വസ്ഥതകളും, പെൺകുട്ടികളെ മാത്രം ബാധിക്കുന്ന ചില അസ്വസ്ഥതകൾ, അതാണ് ഉദ്ദേശിച്ചത് കേട്ടാ. പെൺകുട്ടികൾക്ക് പനിയും ചുമയും വരുമ്പോൾ ഗൈനക്കോളജിയിലൊന്നും പോകേണ്ട ആവശ്യമില്ല. അറിയാലോ, പറഞ്ഞപ്പോ മനസ്സിലായിട്ടുണ്ടാകും ഐ തിങ്ക്. ഇല്ലേ, മനസ്സിലായില്ലേ എല്ലാവർക്കും? ഓക്കെ. അപ്പൊ പെൺകുട്ടികളെ മാത്രം ബാധിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ആണ് ഗൈനക്കോളജി എങ്കിൽ ഒബ്സ്റ്റെട്രിക്സ് എന്ന് പറഞ്ഞാൽ പ്രഗ്നന്റ് ആകുന്ന പെൺകുട്ടികൾക്ക്. അപ്പൊ ഒബ്സ്റ്റെട്രിക്സ് വിഭാഗത്തിൽ പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകളോട് പോയാൽ മതി. മനസ്സിലായോ? പ്രഗ്നന്റ് ആയ പെൺകുട്ടികൾ മാത്രം ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ അവരുടെ കെയറിന് വേണ്ടി, അവരുടെ അതായത് അമ്മയ്ക്കും കുഞ്ഞിനും വയറ്റി കിടക്കുന്ന കുഞ്ഞിനും ഒക്കെ വേണ്ടിയിട്ടുള്ള കെയറിങ് സ്പെഷ്യലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ഒബ്സ്റ്റെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഇതിനകത്ത് ഒരു ടെക്നോളജി, ഒരു ടെക്നിക് ഉപയോഗിക്കുന്നുണ്ട്, അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക്. ഇറ്റ് ഈസ് എ സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ ബോത്ത് ടു ക്യൂർ ഡിസീസസ് വിച്ച് ഈസ് റിലേറ്റഡ് ടു ഇൻഫെർട്ടിലിറ്റി ബോത്ത് ഇൻ മെൻ ആൻഡ് വിമൻ. അതായത് സ്ത്രീകളിലും പുരുഷന്മാരിലും കാണപ്പെടുന്ന ഇൻഫെർട്ടിലിറ്റി, വന്ധ്യത, അതിന് കാരണങ്ങൾ കണ്ടെത്തി അതിനു വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ കെയർ കൊടുക്കുന്ന ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക് അല്ലെങ്കിൽ ART എന്ന് പറയാം. എന്താ പറയുക? ART, അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക്. അപ്പൊ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എന്താണ് അവരുടെ ഇൻഫെർട്ടിലിറ്റിയുടെ കാരണം, എന്തുകൊണ്ട് കുട്ടികൾ ഉണ്ടാകുന്നില്ല, അതിനുള്ള കാര്യങ്ങൾ, ആ ഇഷ്യൂസ് ഒക്കെ മനസ്സിലാക്കി പഠിക്കുക. അതിനുവേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കുക. തെറാപ്യൂട്ടിക് ട്രീറ്റ്മെന്റുകളും കൊടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ പ്രൊവൈഡ് ചെയ്ത് ആൻഡ് ടു ഇംപ്രൂവ് ദയർ ഫെർട്ടിലിറ്റി, അവരെ ഫെർട്ടൈൽ ആക്കുക, അവരുടെ ഗർഭം ധരിക്കാനുള്ള അവസ്ഥയിലേക്ക് ആക്കുക, ബോത്ത് മെൻ ആയിക്കോട്ടെ വിമൻ ആയിക്കോട്ടെ അവർക്കൊക്കെ. ആൻഡ് ഓൾസോ പ്രൊവൈഡ് എംബ്രയോളജി സർവീസസ് സച്ച് ആസ് വിട്രോ ഫെർട്ടിലൈസേഷൻ, അതിന്റെ ഭ്രൂണശാസ്ത്രത്തെ കുറിച്ചൊക്കെ പഠിച്ച് കൃത്രിമ ഗർഭധാരണത്തിന് വരെ വഴിയൊരുക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഒബ്സ്റ്റെട്രിക്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ. അപ്പൊ ഒട്ടും ഒരു രീതിയിലുള്ള മരുന്നുകൾക്കും ഫെർട്ടൈൽ ആക്കാൻ പറ്റുന്നില്ല എങ്കിൽ കൃത്രിമമായിട്ട്, അതായത് വിട്രോ ഫെർട്ടിലൈസേഷൻ, അതാണ് നമ്മൾ പറയാ. അപ്പൊ ഈ പറയുന്ന കൃത്രിമ ഗർഭധാരണത്തിലൂടെ ആൾക്ക് എന്താ പറയാ കുഞ്ഞുങ്ങളെ ഉത്പാദിപ്പിക്കാനുള്ള ഒരു കഴിവിലേക്ക് ഫെർട്ടൈൽ ആക്കി കൊടുക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഒബ്സ്റ്റെട്രിക്സ് വിഭാഗത്തിൽ ART എന്ന് പറയുന്ന ടെക്നിക്കിലൂടെ ചെയ്യുന്നത്. അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക് ആണ്. അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക്. അപ്പൊ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് അസിസ്റ്റ് ചെയ്യുന്ന, സഹായിക്കുന്ന ഒരു ടെക്നോളജി. അത് വിട്രോ ഫെർട്ടിലൈസേഷനിലൂടെയൊക്കെ ആകാം. അപ്പൊ പരമാവധി അവർ നോക്കും, മരുന്നൊക്കെ കൊടുത്തൊക്കെ ഫെർട്ടൈൽ ആക്കാനൊക്കെ നോക്കും. എന്തുകൊണ്ട് ഈ ഇൻഫെർട്ടിലിറ്റി ഉണ്ടായി, ബോത്ത് മെന്നാലും ഇങ്ങനെ ആരുടെയാണ് പ്രശ്നം എന്നൊക്കെ മനസ്സിലാക്കുന്നു. ഒരു പരിധി വരെ അതൊക്കെ എങ്ങനെയൊക്കെ നമ്മൾ ക്യൂർ ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തി പഠനങ്ങളൊക്കെ നടത്തേണ്ടി വരും. ഇഷ്ടംപോലെ പെട്ടെന്നൊന്നും ആകില്ല. കുറെ ഇത്രയും വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികളാകാത്ത ആളുകൾ ഇതുപോലെയുള്ള ട്രീറ്റ്മെന്റ് നടക്കുമ്പോൾ ഒത്തിരി വർഷങ്ങൾ അതിന് വേണ്ടിയിട്ട് അവർ സ്പെൻഡ് ചെയ്യുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങോട്ട് ഓടിച്ചെന്നപ്പോ തന്നെ വീണ്ടും കുട്ടിയെ തന്നു വിടില്ല. ഓക്കെ. അപ്പൊ അതിന് കുറച്ച് സമയമൊക്കെ എടുക്കും. അപ്പൊ അങ്ങനെ ആക്കിയെടുക്കുക, ബോത്ത് മെന്നാലും വിമനിലുണ്ടാകുന്ന ഇഷ്യൂസ് ഒക്കെ മാറ്റി കറക്റ്റ് ആക്കിയെടുക്കുന്ന ഒരു രീതിയാണ് ഒബ്സ്റ്റെട്രിക്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ ഉള്ളത്. ഓക്കെ. എന്തായാലും മനസ്സിലായോ? ഗൈനക്കോളജിയും ഒബ്സ്റ്റെട്രിക്സ് ഡിപ്പാർട്ട്മെന്റും സെയിം ആണോ? നേരം ചോദിക്കട്ടെ, രണ്ടും സെയിം ആണോ? ഒബ്സ്റ്റെട്രിക്സും അതുപോലെ തന്നെ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റും സെയിം ഫംഗ്ഷൻ ആണോ ചെയ്യുന്നേ? അല്ല എന്ന് മനസ്സിലാക്കണം നിങ്ങൾ. ഓക്കെ. ഗൈനക്കോളജിയിൽ മെനാർക്ക് പീരീഡ് ആരംഭിക്കുന്നത് മുതൽ ഉണ്ടാകുന്ന പല ചേഞ്ചസും സ്ത്രീകളില്, ചിലർക്ക് ആ ഒരു സമയം കഴിഞ്ഞു, നമുക്കറിയാം ഒരു 15 വയസ്സ് വരെ, ഇന്ന് 15 വയസ്സ് വരെ കാത്തിക്കണ്ട, ഒരു 11 വരെ നമുക്ക് ശ്രദ്ധിക്കേണ്ടി വരും കുട്ടികൾക്ക് ആ ഒരു പീരീഡിലേക്ക് എത്തുന്നുണ്ടോ എന്ന്. അത് അല്ലാതെ ഒത്തിരി മാറ്റങ്ങൾ അവിടെ നിന്ന് തുടങ്ങിയ കുട്ടികൾക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അത് മാറ്റങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് അമ്മമാരുടെ കടമകളാണ്. അത്തരം കാര്യങ്ങളൊക്കെ അവരെ നോക്കി അന്വേഷിച്ച് എല്ലാ മാസവും മന്തിലും അത് റെഗുലർ ആയിട്ട് കാണിക്കുന്നുണ്ടോ ഉണ്ടോ എന്നുള്ള കാര്യം നമ്മളും കൂടി ഒന്ന് അന്വേഷിക്കണം, അല്ലെ? അപ്പൊ അത് അന്വേഷിച്ച് മനസ്സിലാക്കി അത് അതിലെന്തെങ്കിലും ഇറഗുലാരിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മുടെ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ അത് പിന്നീട് ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അത്തരം കംപ്ലൈന്റുകളൊക്കെ ഉണ്ടെങ്കിൽ, കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ആസ് സൂൺ ആസ് പോസിബിൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ചികിത്സയിലൂടെ മാറ്റിയെടുക്കാനൊക്കെ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ഗൈനക്കോളജി. മറ്റേതല്ല, പ്രഗ്നൻസി തുടങ്ങുന്നത് മുതലാണ്
ഒബ്സ്റ്ററ്റിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെൽപ്പ് അസിസ്റ്റ് വേണ്ടി വരിക. അത് എന്താ പറയാ, ഇല്ലാതിരിക്കുന്ന ആളുകൾക്കും ഇൻഫെർട്ടൈൽ ആയിട്ടുള്ള ആളുകൾക്കും ഈ ഫെർട്ടിലിറ്റി പ്രൊവൈഡ് ചെയ്ത് വെട്രോ ഫെർട്ടിലൈസേഷൻ പോലെയൊക്കെ ചെയ്ത് കൃത്രിമ ഗർഭധാരണമൊക്കെ നടത്തി കൊടുക്കുക എന്നുള്ളതും ഒബ്സ്റ്ററ്റിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഫംഗ്ഷൻ ആണ്. ക്ലിയർ ആണല്ലോ? മനസ്സിലായില്ലേ? ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ഇനി അടുത്ത ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഹ്യൂമൻ നെർവ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഹ്യൂമൻ നെർവസ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ആണ് ന്യൂറോളജി എന്ന് പറയുന്നത്. In this department, the doctors investigate and also treat the patients' problems affecting their brain and spinal cord. നമ്മുടെ ബ്രെയിൻ സംബന്ധമായിട്ടുള്ള ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ഡിസീസസ്, സ്പൈനൽ കോഡ് സംബന്ധമായിട്ടുള്ള ഡിസീസസ്, ഇതിനെയൊക്കെ കണ്ടെത്തി മനസ്സിലാക്കി രോഗങ്ങളൊക്കെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ന്യൂറോളജി. അതിനകത്തുള്ള ന്യൂറോളജിസ്റ്റ്, അതായത് ഡോക്ടേഴ്സ് സ്പെഷ്യലൈസ്ഡ് ഓൺ ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റ്. ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റിൽ സ്പെസിഫിക്കേഷൻസ് എടുത്ത് പഠിച്ച് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആളുകളെയാണ്, നമ്മുടെ ഡോക്ടേഴ്സിനെയാണ് ന്യൂറോളജിസ്റ്റ് എന്ന് വിളിക്കുക. അപ്പൊ അവര് ഈ പറയുന്ന സ്പൈനൽ കോഡ്, ബ്രെയിൻ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കാണ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ന്യൂറോളജിസ്റ്റ് ഹൗ ദേ എക്സാമിൻ ദ പേഷ്യൻസ്, ഇവര് ഈ പേഷ്യൻസിനെ എക്സാമിൻ ചെയ്യുന്നത്, പരിശോധിക്കുന്നതിന് ഒരു പ്രത്യേക രീതിയൊക്കെ ഉണ്ട് കേട്ടോ. ഇൻ പേഷ്യന്റ് ആൻഡ് ഔട്ട് പേഷ്യന്റ് സേവനങ്ങൾ, സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ന്യൂറോളജിയിൽ. ഒരു പ്രത്യേക രീതിയിലാണ് ഇവിടെ നമുക്ക് പരിശോധനകൾ നടക്കുക. ഫിസിക്കൽ എക്സാമിനേഷൻസ് നടത്തും, ശാരീരികമായിട്ടുള്ള പരിശോധനയൊക്കെ നടത്തും. ആൻഡ് ഓൾസോ they have to make അല്ലെങ്കിൽ concentrate on evaluating the nerve system. അവരുടെ നെർവസ് സിസ്റ്റത്തിനെ ഇവാലുവേറ്റ് ചെയ്ത് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഫിസിക്കൽ എക്സാമിനേഷൻസ് ആയിരിക്കും ഡോക്ടേഴ്സ് കൂടുതൽ നടത്താൻ. നിരന്തരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്തിട്ടാണ് ഫിസിക്കൽ പരിശോധനകൾ നടത്തുന്നത്, നമ്മുടെ ശാരീരിക പരിശോധന നടത്തുന്നത്. ആൻഡ് ഓൾസോ ദേ മേക്ക് സം ഇന്ററാക്ഷൻസ് വിത്ത് ദ പേഷ്യൻസ് ആൻഡ് ഓൾസോ മേക്ക് കോംപ്രിഹെൻസീവ് മെഡിക്കൽ ഹിസ്റ്ററി. അതായത് ഈ പേഷ്യൻസിൽ നിന്ന് കുറെ കാര്യങ്ങളൊക്കെ ഇന്ററാക്ഷനിലൂടെ ചോദിച്ചു മനസ്സിലാക്കും. അതായത് അവരുടെ മെഡിക്കൽ ഹിസ്റ്ററിയെ കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. ഈ ഹ്യൂമൻ നെർവ് സിസ്റ്റത്തെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾ പെട്ടെന്ന് ശരീരത്തിൽ നോക്കിയോ അങ്ങനെ പരിശോധിച്ചോ മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ അവരോട് കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കി ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ഉണ്ടായിരിക്കും. കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് തന്നെ അല്ലെങ്കിൽ ഇന്ററാക്ഷൻ സെഷനിൽ തന്നെ അവരവരുടെ ഫിസിക്കൽ മൂവ്മെന്റുകൾ, പരിശോധനകളൊക്കെ അതോടുകൂടി അതൊന്ന് ഇവാലുവേറ്റ് ചെയ്യും. അതുപോലെ തന്നെ അവരുടെ മെഡിക്കൽ ഹിസ്റ്ററിയെ കുറിച്ചുള്ള കാര്യങ്ങൾ, നേരത്തെ എന്തെങ്കിലും അസുഖങ്ങൾ വന്നതൊക്കെ, എന്തൊക്കെ അസുഖങ്ങൾ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ആ അസുഖങ്ങൾ എന്തൊക്കെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നേക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരു വിശദമായ പരിശോധനയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത്തരം ഇന്ററാക്ഷൻ സെക്ഷൻ ഡോക്ടേഴ്സ് സംഘടിപ്പിക്കുന്നത്. ആൻഡ് ഓൾസോ ദേ മേക്സ് ന്യൂറോളജിക്കൽ എക്സാമിനേഷൻസ്. ഇത് ഞരമ്പ് സംബന്ധമായിട്ടുള്ള ചില പരിശോധനകൾ നടത്തും. അതിനകത്ത് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ് ആ ന്യൂറോളജിക്കൽ എക്സാമിനേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻസ് കോഗ്നിറ്റീവ് ഫംഗ്ഷൻ, മോട്ടോർ സ്ട്രെങ്ത്, സെൻസേഷൻ റിഫ്ലക്ഷൻ, കോർഡിനേഷൻ ആൻഡ് ജൈറ്റ്സ്. ഇതെല്ലാമാണ് നമ്മുടെ ന്യൂറോളജിക്കൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ. ഈ ഹോസ്പിറ്റൽസിൽ ഞരമ്പ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കാനായിട്ട് അത്തരം ഒരു പരിശോധനയാണ് നടത്തുക. അതിനകത്ത് വരുന്ന പരിശോധനകളാണ് ഈ പറയുന്നത്. പേഷ്യന്റിന്റെ കോഗ്നിറ്റീവ് ഫംഗ്ഷൻ, എന്താ അത്, വൈജ്ഞാനികപരമായിട്ടുള്ള ആ ഒരു പ്രവർത്തനങ്ങൾ, വിജ്ഞാനപരമായിട്ട്. അതായത് നമുക്ക് ഒരു കാര്യം ഒരു പ്രത്യേക സാഹചര്യത്തിലോ ഒരു പ്രത്യേക സമയത്തോ നമ്മൾ എങ്ങനെ ഓരോ കാര്യങ്ങളോട് പ്രതികരിക്കുന്നു, റിയാക്ട് ചെയ്യുന്നു, നമ്മൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, അതൊക്കെ ഒരു പ്രത്യേക രീതിയുണ്ട് നാച്ചുറൽ ആയിട്ട്. അതായത് ഒരു ആവറേജ് ലെവലിൽ നമ്മളെല്ലാം എല്ലാ കാര്യത്തിനോടും എല്ലാവരും ഒരുപോലെയാണ് പ്രതികരിക്കുക, അല്ലെ? ഇപ്പൊ റോഡിൽ കൂടി നടന്നു പോകുന്നു, ഓപ്പോസിറ്റിൽ ഒരു വെഹിക്കിൾ വരുന്നു, നമ്മളൊരു സൈഡിലേക്ക് മൂവ് ചെയ്യുന്നു. കാരണം റോഡിന്റെ നടുക്കേ കൂടി നടന്നാൽ ബസ്സുകാർക്ക് അത് പോകാനായിട്ട്, ആ വണ്ടി ഏത് വാഹനമായാലും അവർക്ക് പോകാൻ അവർക്കൊരു തടസ്സമാകും. നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് നമ്മളുടെ സൈഡിലേക്ക് നീങ്ങും, ഏതെങ്കിലും ഒരു പാതയിലേക്ക്, അല്ലെ, നടപ്പാതയിലേക്ക് മാറി നിൽക്കും, അല്ലെങ്കിൽ മാറി നടക്കും. കാരണം അത് നമ്മൾ അവരെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. അതൊരു കോഗ്നിറ്റീവ് ഫംഗ്ഷൻ ആണ്. എന്താ പറയാ, നമ്മുടെ വൈജ്ഞാനികപരമായിട്ടുള്ള ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ബുദ്ധി നമ്മളോട് പറഞ്ഞു തന്നു, ബ്രെയിൻ പറഞ്ഞു തന്നു, എന്ത് മൂവ് ചെയ്തു, എങ്ങോട്ടേക്ക് ഇൻഫോർമേഷൻ പാസ് ചെയ്തു, നമ്മുടെ കാലിലേക്ക് ഇൻഫോർമേഷൻ പാസ് ചെയ്തു. എന്ത് പറഞ്ഞിട്ട് നീങ്ങിക്കോ, അല്ലെങ്കിൽ വണ്ടി ഒന്നും ഇരിക്കും, അല്ലെ? അതേസമയം ഇത്തരം ഫംഗ്ഷൻ കൃത്യമായി നടക്കാത്ത ആളുകള്, അതായത് ഈ കോഗ്നിറ്റീവ് ഫംഗ്ഷനിന് എന്തെങ്കിലും തരത്തിലുള്ള തകരാറുകളുള്ള ആളുകളാണെങ്കിൽ ചിലപ്പോൾ അവർക്കത് ആ മാറി നിൽക്കൂ എന്നുള്ള ഒരു ഇൻഫോർമേഷൻ അവരുടെ കാലുകളിലേക്ക് എത്തുന്നില്ല. ബിക്കോസ് ദ ബ്രെയിൻ ഈസ് നോട്ട് വർക്കിംഗ് വെൽ. നല്ല രീതിയിൽ അത് ബ്രെയിൻ വർക്ക് ചെയ്യാത്തതുകൊണ്ടാകാം അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്, അല്ലെ?
അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ആളുകൾക്ക് ഉണ്ടാകാറുണ്ട്. ചില കുട്ടികളിലെ ജന്മന തന്നെ അങ്ങനെ ഉണ്ടാകുന്നു, അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, നമ്മൾ ചെയ്യിപ്പിക്കേണ്ട ഒരവസ്ഥ. ചില കുട്ടികൾ അങ്ങനെ ജന്മിക്കുമ്പോൾ തന്നെ അങ്ങനെ ആകാറുണ്ട്. അതുകൊണ്ട് വൈദ്യുതി ഈ പറയുന്ന കുറെ സമയം കണ്ട് കഴിയുമ്പോൾ പിന്നീട് എപ്പോഴെങ്കിലും വരുന്നതാകാം, ജന്മന തന്നെയല്ല അല്ലാതെയും വരും, ഒക്കെ ഉണ്ടാകും. അപ്പൊ അത്തരം കോഗ്നിറ്റീവ് ഫംഗ്ഷൻ പരിശോധിക്കുന്നു ഡോക്ടേഴ്സ് പേഷ്യൻസിന്റെ. പിന്നെ എന്താ അവരുടെ മോട്ടോർ സ്ട്രെങ്ത് ആണ്. മോട്ടോർ സ്ട്രെങ്ത് മീൻസ് മസിൽ സ്ട്രെങ്ത് എന്ന് പറയും. മസിലിന്റെ സ്ട്രെങ്ത് ബലം പരിശോധിക്കുന്നു. എങ്ങനെയാ മസിൽ സ്ട്രെങ്ത് പരിശോധിക്കുന്നത്? ഓട്ടിസം മാത്രമല്ല, ഓട്ടിസം അതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്ന് പറയുന്നത് ബുദ്ധിപരമായിട്ടുള്ള ഒരു വികാസക്കുറവ് തന്നെയാണ്. പക്ഷെ എല്ലാം അതുകൊണ്ട് തന്നെയല്ല. ചില ഫങ്ഷൻസ് അത് മാത്രമുള്ളവര് അല്ലെങ്കിൽ ഓട്ടിസം ബാധിച്ചവർക്ക് മാത്രം കോഗ്നിറ്റീവ് ഫങ്ഷൻ ശരിയായി നടക്കുന്നില്ല എന്നല്ല, അല്ലാതെയും ഉള്ളവരും ഉണ്ടെന്ന്. അതായത് പല അപാകതകളും കൂടി ചേരുമ്പോഴാണ് ഓട്ടിസം വരിക, അല്ലെ? അപ്പൊ അതല്ലാതെ തന്നെ ചില ബുദ്ധി മാത്രം പ്രവർത്തിക്കുന്നില്ല, ബാക്കിയെല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നതിൽ ചിലപ്പോൾ പതുക്കെയാകാം, വളരെ പതുങ്ങിയാകാം, അല്ലെ? ലോ മൂവ്മെന്റ് ആകാം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ മോട്ടോർ സ്ട്രെങ്ത് പരിശോധിക്കുക. മോട്ടോർ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ മസിൽ പരിശോധന. മസിലിന്റെ ആ സ്ട്രെങ്ത് എങ്ങനെയാ? വരുന്ന പേഷ്യൻസുമായിട്ട് പഞ്ച പിടിച്ചിട്ടാണോ മസിൽ സ്ട്രെങ്ത്? അല്ല, തീർച്ചയായിട്ടും അല്ല. മോട്ടോർ സ്ട്രെങ്ത് മെഷർ ചെയ്യാനായിട്ട് അവര് ചെയ്യുന്നത് ചിലപ്പോ മസിൽസ് ഒക്കെ വിസിബിൾ ആകുന്ന പോർഷൻസ്. നമ്മുടെ മസിൽ എവിടെയൊക്കെയാണ് കാണപ്പെടുന്നത്? മസിൽ, അതുപോലെ ജോയിന്റ്, നമ്മുടെ ഈ എന്താ പറയാ ജോയിന്റിലെ എന്താ പറയാ മലയാളത്തില് നമ്മളുടെ ജോയിന്റ് തന്നെ പറഞ്ഞാൽ മതി. അപ്പൊ ജോയിന്റുകളിൽ ഇങ്ങനെ മടക്കുന്നൊക്കെ സ്ഥലം, അപ്പൊ അങ്ങനത്തെ മടക്കുന്ന സ്ഥലത്തും അതുപോലെ മസിൽസും ഇതിന്റെയൊക്കെ മൂവ്മെന്റ് പരിശോധിച്ചിട്ടാണ് മസിൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ മോട്ടോർ സ്ട്രെങ്ത് അളക്കുന്നത്. അപ്പൊ ഡോക്ടേഴ്സ് എന്ത് ചെയ്യുന്നു? ആ പേഷ്യന്റിനോട് ചിലപ്പോ ഭിത്തിയിൽ ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ അമർത്തി വെച്ചിട്ട് ഒന്നിങ്ങനെ പുഷ് ചെയ്യാനായിട്ട്, അല്ലെ? നമ്മുടെ ബോഡിയോട് വെച്ചിട്ടൊക്കെ പുഷ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? ഈ മസിൽ മൂവ് ചെയ്യുന്നുണ്ടോ, ജോയിന്റ് മൂവ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അവർക്ക് എക്സാമിൻ ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ പരിശോധിക്കാം. അപ്പൊ മസിൽ കയ്യിൽ മാത്രമല്ല കേട്ടോ, കാലിന്റെ എവിടെയൊക്കെ ഉണ്ടാവില്ലേ, നമ്മുടെ മുട്ടിന്റെ ബാക്ക് സൈഡിലായിട്ട് മസിൽസ് ഉണ്ട്. അപ്പൊ കാൽ വെച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യിക്കുന്നു. ആൻഡ് ദേ ക്യാൻ ഐഡന്റിഫൈ ദ മോട്ടോർ സ്ട്രെങ്ത് ഓർ മസിൽ സ്ട്രെങ്ത് ഓഫ് ദ പേഷ്യന്റ്. അപ്പൊ അത് ഉപയോഗിച്ച് അവർക്ക് എങ്ങനെ മൂവ് ചെയ്യുന്നതനുസരിച്ച് സ്ട്രെങ്ത് ആണോ അല്ലയോ എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി മാത്രമല്ല സെൻസേഷൻ റിഫ്ലക്ഷൻസ്, അതായത് നമ്മൾ സ്പർശനശേഷി തൊടുമ്പോഴോ അല്ലെങ്കിൽ തൊടുന്നതിനുമായിട്ട് ബന്ധപ്പെട്ട് അതൊക്കെ അറിയാൻ പറ്റുന്നുണ്ടോ, അത് ചെക്ക് ചെയ്യുന്നു. കോർഡിനേഷൻ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ കോർഡിനേഷൻ ഫംഗ്ഷൻ എന്താ? ഏകോപന രീതി. അതായത് ഇപ്പൊ ചില ആക്ടിവിറ്റീസ് ചെയ്യിപ്പിച്ചിട്ട് ചിലപ്പോ എന്താ പറയുക, ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ ഇന്ന് രാവിലെ മുതൽ ഇന്ന് വരുന്നത് വരെ, ഹോസ്പിറ്റൽസിലേക്ക് എത്തുന്നത് വരെ എന്തൊക്കെയാ കാര്യങ്ങൾ ചെയ്തേ ഒന്ന് ഓർത്തെടുത്ത് പറയാൻ പറ്റുമോ? ഓക്കെ, അങ്ങനെ അത് ഒരുമിച്ച് അതെല്ലാം കളക്ട് ചെയ്ത് റീകളക്ട് ചെയ്ത് ഓർമ്മിച്ചെടുത്ത് പറഞ്ഞ് ഓർഡറിലൊക്കെ ഒന്ന് പറയാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണ്, അത് അവരെങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നോക്കുന്നു. അതും ഒരു പരിശോധനയുടെ രീതി തന്നെയാണ്. പിന്നെ ജയറ്റ് മീൻസ് അവരെ നടത്തി നോക്കുന്നു. പുറത്തിങ്ങനെ ഇറക്കിയിട്ട് അവരെ കസേരയിൽ നിന്ന് മാറ്റിയിട്ട് ഒന്ന് നടന്നു കാണിക്കാൻ. അപ്പൊ ആ നടക്കുന്ന സമയത്തുള്ള അവരുടെ ആ മൂവ്മെന്റുകൾ, ഞരമ്പിന്റെയൊക്കെ നെർവ് സിസ്റ്റത്തിന്റെ മൂവ്മെന്റുകളൊക്കെ നോക്കുന്നു. അപ്പൊ ഇതൊക്കെയാണ് ഇവരുടെ ന്യൂറോളജിക്കൽ എക്സാമിനേഷൻസിൽ വരാം. ഇതൊക്കെ പരിശോധനയുടെ രീതിയാണ്. ആ പരിശോധനകളൊക്കെ നടത്തി അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എനി പ്രോബ്ലം റിലേറ്റിംഗ് ടു ദ ബ്രെയിൻ ഓർ സ്പൈനൽ കോഡ്, ഇതിനൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആൻഡ് ന്യൂറോളജിസ്റ്റ് ആണ് ഈ ഡിപ്പാർട്ട്മെന്റ്, ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നത്. ആൻഡ് ഈ ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നുണ്ടെങ്കിലും സർജറീസ് ആർ നോട്ട് പെർഫോംഡ് ബൈ ന്യൂറോളജിസ്റ്റ്. ഇതിനകത്ത് വരുന്ന സർജിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്യുന്നത് ഒരിക്കലും ന്യൂറോളജിസ്റ്റ് അല്ല. അതിന് വേണ്ടിയിട്ട് പ്രത്യേക വിഭാഗമുണ്ട്. ന്യൂറോ സർജൻ ആണ് സർജിക്കൽ ഇന്റർവെൻഷൻസ് ഹാൻഡിൽ ചെയ്യുന്നത്. സർജറി ആവശ്യമുള്ള ഇടപെടലുകൾ നടത്തുന്നത് ആരാ? ന്യൂറോ സർജൻ ആണ്. മറക്കണ്ട, ന്യൂറോളജിസ്റ്റ് അല്ല. അതൊക്കെ കൺഫ്യൂസ്ഡ് ആക്കാൻ വേണ്ടിയിട്ടൊക്കെ ചോദ്യങ്ങളുണ്ട് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പൊ ന്യൂറോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് അതാണ്. മനസ്സിലായോ? എന്താണ് ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റ്? എന്തൊക്കെ എക്സാമിനേഷൻസ്? ഫിസിക്കൽ എക്സാമിനേഷൻ, കോംപ്രിഹെൻസീവ് മെഡിക്കൽ ഹിസ്റ്ററി എടുക്കുന്നു, അല്ലെ? നെർവ് സിസ്റ്റം ഇവാലുവേറ്റ് ചെയ്യുന്നു. പിന്നെ എന്തൊക്കെയാണ് ന്യൂറോളജിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത്? മോട്ടോർ സ്ട്രെങ്ത് നോക്കുക, പേഷ്യൻസ് കോഗ്നിറ്റീവ് ഫംഗ്ഷൻ നോക്കുക, സെൻസേഷൻ റിഫ്ലക്ഷൻസ് നോക്കുക, കോർഡിനേഷൻ നോക്കുക, അതുപോലെ ജൈജ നടത്തുക. പെർഫോം ചെയ്യുന്ന സർജറീസ് ഇവർ പെർഫോം ചെയ്യാറില്ല ന്യൂറോളജിസ്റ്റ്. ന്യൂറോ സർജറി നടത്തുന്നതൊക്കെ ന്യൂറോ സർജൻ ആയിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ എടുത്തു പറയേണ്ടത് അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ടത്. മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോവുകയാണ്. അടുത്തത് നെഫ്രോളജി. നെഫ്രോളജി is the department which deals with the diagnosis and the treatment of disorders of kidney.
And also it includes electrolyte disturbance, hypertension, renal replacement therapy, including dialysis and transplantation. അപ്പൊ ഇത്രയും ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങൾക്ക് നിവാരണം ചെയ്ത് അതിനുള്ള ചികിത്സകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിനെയാണ് നമ്മൾ നെഫ്രോളജി എന്ന് വിളിക്കുക. നെഫ്രോളജി. ഇനി ഈ കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഇല്ലാത്ത ഇൻക്ലൂഡ് ചെയ്യുന്ന മറ്റ് ചില പ്രശ്നങ്ങൾ കൂടിയുണ്ട്. അത് ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് ആണ് ഒന്ന്, ഹൈപ്പർ ടെൻഷൻ ആണ്. ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഹൈ ബ്ലഡ് പ്രഷർ അല്ലെ. അതുപോലെ തന്നെ നമ്മുടെ ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് വൈറ്റമിൻസ്, മിനറൽസ് അല്ലെ, കാൽഷ്യം, ഇതെല്ലാം ആവശ്യത്തിന് വേണം. ഏത് സംഭവമായാലും നമ്മുടെ ശരീരത്തിൽ ബാലൻസ് ചെയ്യുന്ന രീതിയിൽ എല്ലാം വേണം അല്ലെ. വാട്ടർ ലെവൽ, വാട്ടർ കണ്ടന്റ് ഇത്ര വേണം, വെള്ളത്തിന്റെ അളവ് ശരീരത്തിൽ നല്ല രീതിയിൽ അല്ലെ ബാലൻസ് ചെയ്തിരിക്കുന്ന രീതിയിൽ വേണം. ജലാംശ കുറവ് വരുന്നത് കൊണ്ട് ഡിസീസ് ഉണ്ടാകും അല്ലെ. ഇതുപോലെ ഷുഗർ, അതും ഒരു ആവറേജ് ലെവലിൽ വേണം. അത് കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമാണ്. ഉപ്പിന്റെ അളവ് കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമാണ്. എല്ലാം ഒരു ബാലൻസ്ഡ് അളവിലാണെങ്കിൽ വി ആർ ഹെൽത്തി. നമ്മളെല്ലാം ഹെൽത്തി ആയിട്ടുള്ള, ആരോഗ്യപരമായിട്ട് ഓക്കെ ആയിട്ടുള്ള മനുഷ്യരാണ്. അതേസമയം ഇതിൽ ഈ പറയുന്ന സാധനങ്ങളുടെ ഏതെങ്കിലുമൊക്കെ സാധനങ്ങളുടെ ക്രമക്കേടുകൾ, അതായത് കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്താൽ ഇറ്റ് ബിക്കംസ് ഡിസീസ്. അപ്പൊ നമ്മൾ എന്തായി രോഗമായി, രോഗിയായി. ഓക്കെ. അപ്പൊ അതൊക്കെ കൺട്രോൾ ചെയ്ത് നിലനിർത്തണമെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടി വരും. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇനഫ് മിനറൽസ് ഷുഡ് ബി ദർ. പൊട്ടാസ്യം, കാൽഷ്യം പോലെയുള്ള എടുത്തു പറയേണ്ട മിനറൽസ് ആണ്. ഇത് അത്യാവശ്യത്തിന് നമ്മുടെ ശരീരത്തിൽ ആവശ്യമുണ്ട്. ഓക്കെ. ഇതൊക്കെ കൂടിയാലും കുറഞ്ഞാലൊക്കെ പ്രശ്നമാണ്. അപ്പൊ ഇതൊക്കെ കൂടുകയോ കുറയുകയോ ചെയ്തത് കൊണ്ട് ഉണ്ടാകുന്ന ഒരു ഇംബാലൻസ് അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് എന്ന് വിളിക്കുക. ദാറ്റ് മീൻസ് ടു ലോ ഓർ ടു ഹൈ എമൗണ്ട് ഓഫ് മിനറൽസ് ഇൻ അവർ ബോഡി. ഇറ്റ് ബിക്കംസ് ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ്. അതിനെയാണ് നമ്മൾ ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് എന്ന് വിളിക്കുക. അതൊക്കെ ചിലപ്പോ കിഡ്നി ഡിസീസസിന്റെ ഒരു സിംറ്റം ആയിരിക്കാം, ഒരു തകരാറാണ്. അതൊക്കെ കിഡ്നി തകരാറിന്റെ ഒരു സൂചനയായിരിക്കും ചിലപ്പോ അതൊക്കെ ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് ഒക്കെ വരുന്നത്. അതുപോലെ ഹൈപ്പർ ടെൻഷൻ, ഹൈ BP ഒക്കെ വരുന്നത് അതും ഒരു ന്യൂറോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. റിനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി, കിഡ്നി മാറ്റിവെക്കൽ തെറാപ്പീസ് അല്ലെ. റിനൽ റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ അതാണ്. അത് പിന്നെ അതിന് വേണ്ടിയിട്ട് മാത്രമല്ല, നമ്മുടെ കിഡ്നിക്ക് ഉണ്ടാകുന്ന ചില ഫംഗ്ഷനിങ്ങിന്റെ എന്താ പറയാ, ഫംഗ്ഷനിങ് കറക്റ്റ് അല്ലാത്തതുകൊണ്ട്, പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്തില്ലെങ്കിൽ ബ്ലഡ് മാറ്റിയൊക്കെ കൊടുക്കേണ്ടി വരുമല്ലോ, ഡയാലിസിസ്. അത് എന്ന് പറയുന്നതും ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റിലാണ്. ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് കിഡ്നി, കിഡ്നി ഒരാളിൽ നിന്ന് മാറ്റി ഒരാളിൽ നിന്ന് വെക്കുന്നതൊക്കെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ തന്നെയാണ്. ഇത് പെർഫോം ചെയ്യുന്നത് നെഫ്രോളജിസ്റ്റുകളാണ്. നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്ന നെഫ്രോളജിസ്റ്റുകൾ തന്നെയാണ് ഈ പറയുന്ന ഡയാലിസിസും റിനൽ റീപ്ലേസ്മെന്റ് തെറാപ്പിയും ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് കിഡ്നിയും ഒക്കെ ചെയ്യുന്നത്. അതാണ് നെഫ്രോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്. ക്ലിയർ ആണോ? യെസ്. അപ്പൊ നമുക്ക് അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകാം. നെക്സ്റ്റ് വൺ ന്യൂക്ലിയർ മെഡിസിൻ ആണ്. ന്യൂക്ലിയർ മെഡിസിൻ, ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ വിച്ച് ഡീൽസ് വിത്ത് ദ മെഡിക്കൽ ഇമേജിംഗ് by using small amount of radioactive materials to diagnose and also ascertain the severity of our disease. Varieties of diseases which may be including cancers and heart problems, gastrointestinal and endocrine system disorders, neurological disorders, etc., etc. And whatever abnormalities which occur inside our body, within the body, ഇതിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും വേണ്ടിയിട്ട് മെഡിക്കൽ ഇമേജിങ്ങിലൂടെ, ഇമേജിംഗ് രീതിയാണത്, നമ്മുടെ ശരീരത്തിന്റെ ആന്തരിക അവയവങ്ങളെ ബാധിക്കുന്ന, ഉദാഹരണത്തിന് നമ്മുടെ ഹാർട്ട്, അതുപോലെ തന്നെ പലതരത്തിലുള്ള ക്യാൻസേഴ്സ്, നമ്മുടെ സ്റ്റൊമക്ക്, ഗ്യാസ്ട്രോഇന്റെസ്റ്റിനൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി ഓർഗൻസ് ഉണ്ട് സ്റ്റൊമക്കിനകത്ത്. അതിന് സംബന്ധിക്കുന്ന കാര്യങ്ങള്, അതിനൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ ബാധിച്ചാൽ, ന്യൂറോ സംബന്ധമായിട്ടുള്ള ഞരമ്പുകൾക്കൊക്കെ എന്തെങ്കിലും രോഗങ്ങൾ വന്നാൽ, ഡിസോർഡേഴ്സ് വന്നു കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിന്റെ അകത്തുള്ള എന്തൊക്കെ ഓർഗൻസിന് ഏതെങ്കിലും തരത്തിലുള്ള അബ്നോർമാലിറ്റീസ് അല്ലെങ്കിൽ ഡിസീസസ് പിടിപെട്ടാൽ അതിനെയൊക്കെ ട്രേസ് ചെയ്ത് കണ്ടുപിടിക്കുക. അതിനെ കണ്ടുപിടിക്കണം അല്ലെ. ഉള്ളിൽ ഏത് ഓർഗനിന് ഏത് ദൂരം, കുഞ്ഞതും വലുതുമായിട്ടുള്ള ഇത്ര ഓർഗൻസ് നമ്മുടെ ശരീരത്തിന് അകത്തുള്ളത്, ഹാർട്ടിനായിട്ടും അതുപോലെ വയറിനകത്തായിട്ടും ഒക്കെ. അപ്പൊ ഇതിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഡിസീസസ് ബാധിച്ചില്ലെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും?
ഓപ്പറേഷൻ ചെയ്ത് ഇങ്ങനെ തുറന്നു വെച്ച് വളർത്തി വെച്ചിട്ട് ആണോ ചെയ്യുന്നത്? പണ്ടൊക്കെ അങ്ങനെയായിരിക്കും ചെയ്തിരിക്കുക. പക്ഷെ ഇന്ന് യൂസിങ് എന്താ പറയാ ഡെവലപ്ഡ് ടെക്നോളജി ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അഡ്വാൻസ്ഡ് ടെക്നോളജി ഇതിനൊക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു ടെക്നോളജി ഡെവലപ്മെന്റിൽ നിന്നും എന്താ പറയാ ഉതിർന്ന ഒരു സാധനമാണ് ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുന്നത്. സോ ഈസി ട്രാക്കിംഗ് ആണ്. നമ്മുടെ ആന്തരിക അവയവങ്ങളിൽ ഉള്ള രോഗങ്ങൾ ഏതൊക്കെ ഓർഗൻസിനെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് നോക്കാനും ഇവർക്ക് ഈ റേസ് ശരീരത്തിലേക്ക് റേഡിയോ ഐസോട്ടോപ്സ്, റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസ് കടത്തിവിടും. എന്താ പറയാ നമ്മളുടെ IV ഇൻട്രാവെനസ് വെയിനിലൊക്കെ വെച്ചിട്ട് അതിൽ കൂടിയൊക്കെ ഇഞ്ചക്ട് ചെയ്ത് കയറ്റി നോക്കുന്നു ഉള്ളിലുള്ള ഓർഗൻസ്. അപ്പൊ ഈ ഒരു റേ അകത്തേക്ക് കിടക്കുമ്പോൾ ഒരു പ്രകാശം ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ട് എസ്പെഷ്യലി ഡോക്ടേഴ്സ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവർക്ക് വേണ്ടി സ്പെഷ്യലി ഡിസൈൻ ചെയ്ത ക്യാമറാസ് അതിൽ ഫിറ്റ് ചെയ്തിട്ട് അകത്തുള്ള ഓർഗൻസിലേക്ക് കടത്തിവിട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് മോണിറ്റേഴ്സിൽ, അതായത് നമ്മളുടെ കമ്പ്യൂട്ടറിന്റെ മോണിറ്ററിൽ അത് ചെല്ലുന്ന വഴിയൊക്കെ ഇങ്ങനെ പോകുന്ന വഴിയൊക്കെ കാണിച്ച് അത് നമുക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്ത് എവിടെയാണ് പ്രശ്നങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഡിസിൻ. അതാണ് ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുന്നത്. ഇത് കൂടുതലും ഹാർട്ട് പ്രോബ്ലംസിൽ അല്ലെങ്കിൽ അതുപോലെ ക്യാൻസേഴ്സിനൊക്കെയാണ് കൂടുതൽ ഉപയോഗിക്കുക. ആൻഡ് ഓൾസോ പലതരത്തിലുള്ള ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നത് തൈറോയിഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് മോർ തൈറോയിഡ് ഹോർമോൺ അല്ലെ, തൈറോയിഡ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്, തൈറോയിഡ് ഗ്ലാൻഡ് കൂടുതൽ അളവിൽ എന്താ പറയാ തൈറോയിഡ് എന്ന് പറയുന്ന ആ ഒരു സംഭവം പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനെ ഹൈപ്പർ തൈറോയിഡ് എന്ന് വിളിക്കുക. അപ്പൊ ഹൈപ്പർ തൈറോയിഡിസം, അതുപോലെ തൈറോയിഡ് ക്യാൻസേഴ്സ്, ലിംഫോമാസ്, ബോൺ പെയിൻ, ഇതൊക്കെ ഇത് മാത്രമല്ല നമ്മളുടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്യാൻസേഴ്സ് ഒക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതൊക്കെ ഈ പറയുന്ന ന്യൂക്ലിയർ മെഡിസിൻ വഴിയാണ് അവർ ട്രാക്ക് ചെയ്യുന്നത്. അപ്പൊ രോഗമൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ ഇത്തരം രോഗങ്ങൾക്ക് പ്രധാനമായിട്ടും ഈ എക്സാമ്പിൾസ് പറഞ്ഞ ഏതൊക്കെ ഡിസീസസിനാണെന്ന്, ഏതൊക്കെയാണ് നമ്മളുടെ ന്യൂക്ലിയർ മെഡിസിൻ കൊണ്ട് ഉപയോഗിക്കുന്ന അത് ഉപയോഗിച്ച് ട്രാക്ക് ചെയ്യുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ഹൈപ്പർ തൈറോയിഡിസം, ലിംഫോമാസ്, തൈറോയിഡ് ക്യാൻസർ, പിന്നെ ബോൺ പെയിൻ, പിന്നെ പലതരത്തിലുള്ള ക്യാൻസേഴ്സ്. എന്താണ് അപ്പോ എനിക്ക് ഹൈപ്പർ തൈറോയിഡിസം പറഞ്ഞില്ല? എന്താ ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നത്? ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറഞ്ഞാൽ തൈറോയിഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് മോർ തൈറോയിഡ് ഹോർമോൺസ്, തൈറോയിഡുകൾ കൂടുതലായിട്ട് ഉത്പാദിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥ, അതിനെയാണ് നമ്മള് ഹൈപ്പർ തൈറോയിഡിസം എന്ന് വിളിക്കുക. അതും ട്രീറ്റ് ചെയ്യണമെങ്കിൽ അത് മനസ്സിലാക്കണമല്ലോ. അപ്പൊ അതിനെ കുറിച്ചൊക്കെ പഠിക്കുന്നു. പിന്നെ തൈറോയിഡ് ക്യാൻസർ, ചില തൈറോയിഡ്സ് ഒക്കെ കൂടി അത് ക്യാൻസർ സ്റ്റേജിലേക്കും പോകാറുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ ട്രാക്ക് ചെയ്യണമെങ്കിൽ അത് മനസ്സിലാക്കണമെങ്കിൽ അതെന്താണെന്ന് പഠിക്കണം അല്ലെ. അപ്പൊ അത് പഠിക്കുന്നു. പിന്നെ ലിംഫോമസ് ടൈപ്പ് ഓഫ് ബ്ലഡ് ക്യാൻസർ വിച്ച് അഫക്ട് അവർ വൈറ്റ് ബ്ലഡ് സെൽസ്, നമ്മുടെ എന്താ പറയാ വെളുത്ത അല്ലെ ശ്വേത വിളിക്കും വൈറ്റ് ബ്ലഡ് സെൽസ് എന്നുണ്ടല്ലോ അല്ലെ, അതിന്റെ മലയാളം എന്താ? ശ്വേത രക്താണുക്കൾ അല്ലെ. വൈറ്റ് ബ്ലഡ് സെൽസും WBC എന്ന് പറയൂലേ, അതിന് മലയാളം പറയും ശ്വേത രക്താണുക്കൾ അല്ലെ. അതുപോലെ വേറെ കൂടെ ഉണ്ടല്ലോ വൈറ്റ് ബ്ലഡ് സെൽസ് WBCയും, പിന്നെന്താ കൂടെ ഉണ്ടല്ലോ, ആർക്കെങ്കിലും പറയാണോ? ഉറങ്ങിപ്പോയ RBC. വെരി ഗുഡ്. അതെ, റെഡ് ബ്ലഡ് സെൽസും അല്ലെ, പറയാൻ ഇച്ചിരി പാടുപെടും, അതുകൊണ്ട് കേട്ടത് ഞാൻ പറയുന്നില്ല. അപ്പൊ WBCയും അതുപോലെ തന്നെ RBC. ഇവിടെ വൈറ്റ് ബ്ലഡ് സെൽസിനെയാണ് കൂടുതൽ ഉദ്ദേശിക്കുന്നത്. ലിംഫോമസ് എന്ന് പറയുന്നത് നമ്മുടെ വൈറ്റ് ബ്ലഡ് സെൽസിൽ അഫക്ട് ചെയ്യുന്ന ഒരുതരം ക്യാൻസേഴ്സ് ആണ്. അതുകൊണ്ട് അതും, അതുപോലെ തന്നെ ബോൺ പെയിൻ, ഭയങ്കരമായിട്ട് എല്ലുകൾക്കൊക്കെ ഭയങ്കര വേദനകളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് അത് ഫ്രീക്വന്റ് ആയിട്ട് വരുന്നു, മാറുന്നില്ല മരുന്നുകളൊന്നും വെച്ചിട്ടൊക്കെ, അതൊക്കെ ട്രാക്ക് ചെയ്യാൻ, അത് എന്തുകൊണ്ടാണെന്നൊക്കെ മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ട് ഇതൊക്കെ ട്രാക്ക് ചെയ്യുന്നതൊക്കെ ഈ ന്യൂക്ലിയർ മെഡിസിൻസ് ഉപയോഗിച്ചിട്ടാണ്. അതിനവര് നല്ല റേഡിയോ ആക്റ്റീവ് ട്രേസേഴ്സ്, ഐസോടോപ്സ്, ഫാർമസ്യൂട്ടിക്കൽസ് അതാണ് ഉപയോഗിക്കുക. ഇനി എന്താ പറയാ, ഇത് നമ്മുടെ ഇൻട്രാവേനസിലൂടെയാണ്, അതായത് നമ്മുടെ IV കാനുലയുടെ കാര്യമൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. IV കാനുല ഇങ്ങനെ മറ്റേ അനസ്തേഷ്യോളജി പഠിച്ചില്ലേ, അനസ്തേഷ്യ പ്രൊവൈഡ് ചെയ്യുമ്പോൾ IV കാനുല പ്ലേസ് ചെയ്യുന്നത്. അപ്പൊ അത് പ്ലേസ് ചെയ്തിട്ട് അതിൽ കൂടി ഇൻജെക്ട് ചെയ്ത് കയറ്റിയിട്ടൊക്കെയാണ് ഇവരിത് ട്രാക്ക് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് 2 modalities ഓഫ് സ്കാൻസ് ഇന്ന് ആധുനികപരമായ രീതിയിൽ 2 മോസ്റ്റ് കോമൺലി യൂസ്ഡ് ആയിട്ടുള്ള 2 ഏറ്റവും പുതിയ രീതിയിലുള്ള 2 മൊഡാലിറ്റീസ് ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഒന്ന് സ്പെക്റ്റും മറ്റൊന്ന് പെറ്റുമാണ്. സ്പെക്ട് ആൻഡ് പെറ്റ് ആർ ദ 2 modalities which is used in nuclear medicine. ഇത്തരം ഡിസീസസ് ഒക്കെ മേക്ക് ഔട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന 2 സ്കാൻ രീതിയാണ്, ഒന്ന് സ്പെക്ട്, ഒന്ന് പെറ്റ്. വാട്ട് ഈസ് സ്പെക്ട് ആൻഡ് പെറ്റ്? രണ്ടിന്റെയും ഫുൾ ഫോംസ് പഠിച്ചു വെക്കാൻ മറക്കരുത്. ഒന്ന് സ്പെക്ട് എന്താണ്? സിംഗിൾ ഫോട്ടോൺ എമിഷൻ കമ്പ്യൂട്ടഡ് ടോമോഗ്രഫി. അടുത്തത് പെറ്റ്, പൊസിട്രോൺ എമിറ്റഡ് എമിഷൻ ടോമോഗ്രഫി.
രണ്ട് രീതിയിലുള്ള സ്കാൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് സ്പെഷ്യൽ ഡിസൈൻഡ് ആയിട്ടുള്ള ക്യാമറാസ് ഡോക്ടേഴ്സ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അത് ഉപയോഗിച്ച് നമുക്ക് ഇമേജിംഗ് ടെസ്റ്റിലൂടെ രോഗം എവിടെയാണ്, ഏത് ഓർഗനിലാണ്, ഇന്റേണൽ ഓർഗൻസ് ആണ് കൂടുതൽ. ഇന്റേണൽ നമ്മുടെ ശരീരത്തിന്റെ ആന്തരിക അവയവങ്ങളിൽ ഉണ്ടാകുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ പഠിക്കാനാണ് ഈ ഒരു ന്യൂക്ലിയർ മെഡിസിൻ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ? എഴുതാൻ വല്ലതും നോക്കട്ടെ. നമുക്ക് അടുത്ത ടോപ്പിക് കൂടി പറയാം. ഇതാണ്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത ഭാഗത്ത് പോകുന്നതിന് മുമ്പേ ഓങ്കോളജി പഠിക്കുന്നതിന് മുമ്പ് ഇതിനകത്തുള്ളത് 1-2 ഒക്കെ ഉണ്ടാകുന്ന തോന്നണം. അതൊന്ന് എഴുതിയേക്കാം, അല്ലെങ്കിലേ നമ്മളത് വിട്ടുപോകും. അടുത്ത ദിവസം വരുമ്പോ ഞാൻ ഇവിടെ കിടന്ന് വിളിച്ചു പോകണം. അതിന്റെ നോട്ട് എഴുതിയോ, ഇതെഴുതിയോ, ആൻഡ് ദർ വിൽ ബി നോ റിപ്ലൈ, അല്ലേ? മറുപടി ഒട്ട് കിട്ടേമില്ല ചിലപ്പോ മര്യാദക്ക്. അപ്പൊ അതുകൊണ്ട് അടുത്ത ദിവസമൊക്കെ വേഗം ചാടി ഉത്തരം പറഞ്ഞോളൂട്ടാ. എന്തെങ്കിലും ചോദിക്കുമ്പോ അപ്പൊ തന്നെ അറിയില്ലെങ്കിലും അറിയില്ല എന്ന് പറഞ്ഞോ, അതിനും ഒരു കുഴപ്പമില്ല. നമ്മളിവിടെ നിങ്ങളെ പിണങ്ങൊന്നുമില്ല. പക്ഷെ റിപ്ലൈ ഇട്ടാണ്ടാകുമ്പോ ഒരു നെഗറ്റിവിറ്റി ഫീൽ ചെയ്യുന്നത്, അതാണ് ഭയങ്കര വിഷമമായിട്ടത്. നമ്മൾ ആരോടെങ്കിലും ഒരു കാര്യം ചോദിക്കുമ്പോൾ അതിന് മറുപടി പറഞ്ഞില്ല. നമ്മുടെ കൊച്ചുങ്ങളോട് തന്നെ നമ്മൾ എന്തെങ്കിലും കാര്യം ചോദിക്കുമ്പോഴേ അവറ്റകളും മിണ്ടാതെ ഇങ്ങനെ വായം മുട്ടിയിരിക്കുമ്പോൾ നമ്മൾ ചോദിക്കില്ല, നിങ്ങൾക്ക് വായിൽ നാക്കില്ലേ ചോദിക്കില്ലേ? ഓക്കെ. അപ്പൊ അതൊക്കെ നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പൊ അത് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യണം സ്വന്തമായിട്ട്. അപ്പൊ ഓക്കെ, ഇറ്റ്സ് ഓക്കെ, സാരില്ല. ഞാനിപ്പോ റിപ്ലൈ വരാതാവുമ്പോ നമുക്കുണ്ടാവുന്ന ഒരു വിഷമുണ്ട്. എന്താണ്, നമ്മളെ ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നൊക്കെ നമുക്കൊരു ഫീലിംഗ് വരും. അതുകൊണ്ടാ ചോദിച്ച. ഓക്കെ, നമ്മൾ എഴുതാട്ടാ. അവിടെ നമ്മൾ ഇത് നിർത്തിയത് അല്ലെ, ഇപ്പൊ നമ്മൾ തുടങ്ങിയത് ഗൈനക്കോളജി എന്നാണ് കേട്ടാ. ഗ്യാസ്ട്രോൻട്രോളജിയുടെ എഴുതിയിട്ടില്ലേ? ഗ്യാസ്ട്രോൻട്രോളജിന്റെ നോട്ട് എന്താണ് എഴുതുണ്ടായിരുന്നോ? എഴുതാൻ ഇല്ല വല്ലോ. ഈസോഫാഗസ് എഴുതിയില്ലേ? അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ടല്ലോ. ഈസോഫാഗസ്, ലിവർ, പാൻക്രിയാസ്, ഗാൾ ബ്ലാഡർ ഒക്കെ എഴുതിയതാണല്ലോ. എല്ലാ ക്ലാസ്സിലും എടുക്കണ്ടെങ്കിൽ എനിക്ക് ഓർമ്മയുണ്ട് എവിടെ വരെ എഴുതിയെന്ന്, നോട്ട് എഴുതിയെന്ന്. ഓക്കെ, യെസ്. അപ്പൊ ഗൈനക്കോളജിന്റെ ഇത് വേഗം. ഗാൾ ബ്ലാഡർ വരെയാണ് ഉള്ളത് നോട്ട്. ഓക്കെ, ഗൈനക്കോളജി എന്ന് എഴുതിയേ. ഗൈനക്കോളജി അതില് ചില വേർഡ്സിന്റെ മീനിങ് ചിലർക്ക് ക്ലിയർ ആയില്ല, അതുകൊണ്ട് മാത്രം പറയാം. മെനാർക്ക്, മെനാർക്ക്, MENARCHE കേട്ടാ. മെനാർക്ക്, ആർത്തവാരംഭം. ആർത്തവാരംഭം കേട്ടോ. മെനോപോസ്, ആർത്തവ വിരാമം. ആർത്തവ വിരാമം. That means menarche എന്ന് പറയുന്നത് ബിഗിനിങ് സ്റ്റേജ് ഓഫ് മെൻസുറേഷൻ ആണ്. ആർത്തവ വിരാമം അല്ലെങ്കിൽ മെനോപോസ് എന്ന് പറയുന്നത് എൻഡ് സ്റ്റേജ് ഓഫ് മെനാർക്ക് ആണ് കേട്ടോ. എന്താ അടുത്തത് ഇവിടെ ഓക്കെ, അതിനകത്ത് അത് മാത്രമേ ഉള്ളൂ എഴുതാനായിട്ട്. അടുത്തത് ഒബ്സ്റ്റെട്രിക്സിൽ എഴുതാം കേട്ടോ. ഒബ്സ്റ്റെട്രിക്സ്, ഒബ്സ്റ്റെട്രിക്സ്. ഒബ്സ്റ്റെട്രിക്സിൽ എഴുതാം അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക്. അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക്. അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക്. അതിന്റെ ഒരു ഷോർട്ട് ഫോം എഴുതി വയ്ക്കാം. ART. ART എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ചോദിച്ചിട്ടുണ്ട് നേരത്തേക്ക്. അപ്പൊ അതുകൊണ്ട് അത് മെൻഷൻ ചെയ്ത് വെക്കാം. ART എന്റെ ഫുൾ ഫോം ചോദിക്കാറുണ്ട് കേട്ടോ. പിന്നെന്താ, എംബ്രയോളജിയുടെ മീനിങ് എഴുതി വെക്കാം. ഭ്രൂണശാസ്ത്രം, ഭ്രൂണത്തെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രം. എംബ്രയോളജി, EMBRYOLOGY. എംബ്രയോളജി, ഭ്രൂണശാസ്ത്രം. വിട്രോ ഫെർട്ടിലൈസേഷൻ, കൃത്രിമ ഗർഭധാരണം. അറിയാവുന്നവരെ ഇതൊന്നും നിർബന്ധമില്ല കേട്ടോ. അറിയാത്തവർക്ക് ആ വേർഡ്സ് ചിലർക്ക് അത് മനസ്സിലായിട്ടുണ്ടാവില്ല. മലയാളം മീനിങ് എന്താണെന്നൊന്നും അറിയാൻ വേണ്ടി മാത്രം. അല്ലാതെ ബാക്കി നോട്ട്സ് ഒക്കെ അവിടെ തന്നിരിക്കുന്നതേ ഉള്ളൂ. മോർ ദാൻ ദാറ്റ് അതൊന്നും ഇല്ല നമുക്ക് പഠിക്കാൻ. നിങ്ങൾ ഇത്രയും അറിഞ്ഞിരിക്കാം.
വിട്രോ ഫെർട്ടിലൈസേഷൻ കൃത്രിമ ഗർഭധാരണം. വിട്രോ ഫെർട്ടിലൈസേഷൻ. നെക്സ്റ്റ് ന്യൂറോളജി ആണ്. അടുത്ത ഡിപ്പാർട്ട്മെന്റിന്റെ പേര് എഴുതാ, ന്യൂറോളജി. ന്യൂറോളജി എഴുതിയോ? എഴുതാൻ പറ്റുണ്ടോ? ഓക്കെ, ന്യൂറോളജിയിൽ എഴുതാം. ന്യൂറോളജിയിൽ ആദ്യം എഴുതേണ്ടത് ഈ ഒരു വേർഡിന്റെ മീനിങ് ആണ് കോംപ്രിഹെൻസീവ് മെഡിക്കൽ ഹിസ്റ്ററി. കോംപ്രിഹെൻസീവ് മെഡിക്കൽ ഹിസ്റ്ററി എന്താണെന്നൊന്ന് എഴുതിയേക്കാം. കോംപ്രിഹെൻസീവ് മെഡിക്കൽ ഹിസ്റ്ററി. സമഗ്രമായ വൈദ്യ പരിശോധന. കോംപ്രിഹെൻസീവ് സമഗ്രമായ വൈദ്യ പരിശോധന നടത്തുന്നു. കോഗ്നിറ്റീവ് ഫങ്ഷൻ. അടുത്തത് കോഗ്നിറ്റീവ് ഫങ്ഷൻ. COGNITIVE. കോഗ്നിറ്റീവ് ഫങ്ഷൻ വൈജ്ഞാനിക പ്രവർത്തനം. വൈജ്ഞാനിക പ്രവർത്തനം. വൈജ്ഞാനിക പ്രവർത്തനം. നമ്മുടെ ബുദ്ധിപരമായ പ്രവർത്തനങ്ങൾ എങ്ങനെയുണ്ടെന്ന് പരിശോധിക്കുക. വൈജ്ഞാനിക പ്രവർത്തനം. നെക്സ്റ്റ് വൺ മോട്ടോർ സ്ട്രെങ്ത്. മോട്ടോർ സ്ട്രെങ്ത്. മോട്ടോർ സ്ട്രെങ്ത് ഒരു ഹൈഫൻ ഇട്ടിട്ട് മസിൽ സ്ട്രെങ്ത് എന്നുകൂടി എഴുതാട്ടോ. രണ്ടും തന്നെയാ. മസിൽ സ്ട്രെങ്ത്. MUSCLE. മസിൽ സ്ട്രെങ്ത്. motor strength or muscle strength. Hyphenated either. Observing, OBSERVING, observing the movement of MOVEMENT, movement of muscles and joints. Muscles and joints. Observing the movement of muscles and joints. Comma, neurologist. Neurologist performs the assessment of patients muscle and joint strength. Muscle and joint strength. Next one, ജയറ്റ് നടത്തം കേട്ടോ. അതിന്റെ മലയാളം മീനിങ് ജയറ്റിന്റെ നടത്തം എന്നാണ്. അത് നമ്മൾ എഴുതി വെച്ചേക്കാം, ചിലർക്ക് അറിയില്ല. GAIT, ജയറ്റ് നടത്തം. അതൊക്കെ ഒന്ന് നടത്തിയൊക്കെ നോക്കുന്നു. എന്നിട്ട് അവരുടെ ന്യൂറോമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. യെസ്, നെക്സ്റ്റ് വൺ, അടുത്ത ഡിപ്പാർട്ട്മെന്റിന്റെ പേര് എഴുതാം. നെഫ്രോളജി. നെഫ്രോളജിക്കകത്ത് നമ്മൾ എഴുതേണ്ടത് ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് ആണ്. ആദ്യത്തെ ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് ഒരു ഹൈഫൻ ഇട്ടിട്ട് എഴുതാ. ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ്, അത് രണ്ടും തന്നെയാ. ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് എന്നും അതിന് പേരുണ്ട് കേട്ടോ. ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ഹൈഫൻ ഇട്ടിട്ട് എഴുതാ. It occurs
It occurs, occurs. It occurs when there is too much or when there is too much, T-O-O, too much or not enough, too much or not enough of certain minerals, minerals, certain minerals. ആ മിനറൽസിന്റെ ബ്രാക്കറ്റിൽ എന്താ പറയാ നമ്മളൊന്ന് എഴുതി വെച്ചേക്കാം, സോഡിയം ഓർ പൊട്ടാസ്യം, സോഡിയം ഓർ പൊട്ടാസ്യം എന്ന് പറയുന്ന മിനറൽസിന്റെ പേരാണ്. ഈ പറയുന്ന മിനറൽസ് ഇതിൽ ഏതെങ്കിലുമൊക്കെ കൂടിയോ കുറഞ്ഞോ ഒക്കെ പോയാല് അതിനെയാണ് നമ്മൾ ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് എന്ന് വിളിക്കുക. സോഡിയം ഓർ പൊട്ടാസ്യം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, ഇൻ അവർ ബോഡി. മിനറൽസിന്റെ ബ്രാക്കറ്റിൽ ഇതാണ് പറഞ്ഞത്, സോഡിയം പൊട്ടാസ്യം എന്ന്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് ഇൻ അവർ ബോഡി, ബോഡിയിൽ സോഡിയം പൊട്ടാസ്യം പോലെയുള്ള മിനറൽസിന്റെ അളവ് കൂടിയാലോ കുറഞ്ഞാലോ ഉണ്ടാകുന്ന ഒരു ഇംബാലൻസ്, അതിനെയാണ് നമ്മൾ ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് എന്ന് വിളിക്കാം. ഫുൾ സ്റ്റോപ്പ്. ഇറ്റ് മേ ബി, അതിന്റെ കൂടെ തന്നെ നോട്ട് ചെയ്തേ, ഇറ്റ് മേ ബി എ സൈൻ ഓഫ് കിഡ്നി ഡിസീസ്. ഇറ്റ് മേ ബി എ സൈൻ, SIGN, സൈൻ ഓഫ് കിഡ്നി ഡിസീസ്. കിഡ്നി ഡിസീസിന്റെ ഒരു സൈൻ ആകാം. നെക്സ്റ്റ് വൺ, അടുത്ത ഹെഡിങ് എഴുതാം, ഹൈപ്പർ ടെൻഷൻ. ഹൈപ്പർ ടെൻഷൻ. Hypertension. Full stop. Sorry. Hypertension is hyphenated data. It is also called blood pressure. It is also called blood pressure. Also called blood pressure. Full stop. If the blood pressure increase its limit, if the blood pressure increase its limit, ഒരു പരിധിക്ക് അപ്പുറം ഉയർന്നു പോയാൽ, ബ്ലഡ് പ്രഷർ ഒരു പരിധി വിട്ട് മുകളിലേക്ക് പോയാൽ, if the blood pressure increase its limit, it is called hypertension. It is called hypertension. ബ്രാക്കറ്റിലെ ഹൈപ്പർ ടെൻഷൻ നമുക്ക് ഷോർട്ട് ആയിട്ട് ഇങ്ങനെയൊക്കെ എഴുതാം, HT ബ്രാക്കറ്റിൽ ഒന്ന് ഇട്ട് വെച്ചേക്ക്, HTN, HPN അങ്ങനെയൊക്കെ മെൻഷൻ ചെയ്യാം. HTN, HPN കേട്ടോ, അതൊക്കെ ഹൈപ്പർ ടെൻഷന്റെ ഷോർട്ട് ഫോംസ് ആണ്. HTN, HPN. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് നമ്മൾ ന്യൂക്ലിയർ മെഡിസിൻ എഴുതാം. ന്യൂക്ലിയർ മെഡിസിൻ അടുത്ത ഹെഡിങ് എഴുതാം, ന്യൂക്ലിയർ മെഡിസിൻ. ന്യൂക്ലിയർ മെഡിസിനില് ഫസ്റ്റ് വൺ എഴുതാം, ഹൈപ്പർ തൈറോയിഡിസം. ഹൈപ്പർ തൈറോയിഡിസം എഴുതാൻ പറ്റുന്നില്ലേ? ഹൈപ്പർ തൈറോയിഡിസം സ്പെല്ലിംഗ് തെറ്റിക്കാതെ എഴുതണം. എഴുതാൻ പറ്റണല്ലേ? സ്പീഡായി പോകുന്നുണ്ടോ? എഴുതാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഹൈപ്പർ തൈറോയിഡിസം ഹൈഫനേറ്റഡ് എഴുതാം. happens when, happens, HAPPENS, happens when thyroid glands happens when thyroid gland produce too much of thyroid hormones. Too much of thyroid hormones. തൈറോയ്ഡ് ഗ്രന്ഥി അധികം തൈറോയ്ഡ് ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അവസ്ഥ, അതിനെയാണ് നമ്മൾ ഹൈപ്പർ തൈറോയിഡിസം എന്ന് വിളിക്കുക. ടു മച്ച് ഓഫ് തൈറോയ്ഡ് ഹോർമോൺസ്. ഫുൾ സ്റ്റോപ്പ്. It shows SHOWS, it shows
symptoms like symptoms. Sujanagal. It shows symptoms like weight loss, comma, hand tremors, Varakile, kai varakile. Tremor, TREMOURS. Hand tremors. And irregular heartbeat. And tremors, HAND, hand tremors. Kai varakendaka. Chilarkangare varum. TREMOURS. Tremors, hand tremors. Then irregular heartbeat. Irregular ആകുക. അതൊക്കെ നമ്മുടെ ഹൈപ്പർ തൈറോയിഡിസത്തിന്റെ ഒരു ലക്ഷണങ്ങളാണെന്നാണ് പറയുന്നത്. And next one, lymphomas. 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 Type of blood cancer. That affect AFFECT, that affect WBC, white blood cells. That affect white blood cells. എന്നുള്ളത് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ WBC എന്ന് എഴുതാം. അല്ലെങ്കിൽ WBC എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ white blood cells എന്ന് എഴുതാം. എങ്ങനെ വേണമെങ്കിലും ആകാം. അതിന്റെ കൂടെ തന്നെ ആ നോട്ടിന്റെ തൊട്ട് താഴെ സ്പെക്ട്, പെറ്റ്, ഇത് രണ്ടും ഒന്ന് എഴുതിയിട്ട് അതിന്റെ ഫുൾ ഫോംസ് എഴുതി വെക്കാം. സ്പെക്ട് എന്ന് എഴുതാം, അതിന്റെ ഫുൾ ഫോം എഴുതാം. പെറ്റ് എന്ന് എഴുതാം, അതിന്റെ ഫുൾ ഫോം എഴുതാം. എഴുതി പഠിക്കുക. കാരണം എന്താ, എഴുതി പഠിക്കാന്നല്ല, എഴുതി വെച്ചാൽ ഒരു പ്രാവശ്യം കൂടി നമ്മൾ ബുക്കിലേക്ക് കൂടി എഴുതുമ്പോൾ നമ്മൾ മനസ്സിൽ കയറും. ഒരു വേർഡ് മാത്രം മാറ്റിയിട്ടൊക്കെ ചിലപ്പോ എക്സ്പാൻഡ് ഫോം ചെയ്യാനായിട്ട് വരും. അപ്പൊ നമുക്ക് തെറ്റിപ്പോകരുത്. ഒരു വേർഡ് നമുക്ക് അപ്പൊ എല്ലാം ഒരേപോലെയൊക്കെ തോന്നും. അക്ഷരങ്ങൾ എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് സ്പെക്റ്റിൽ തന്നെയായിരിക്കും. പക്ഷെ ചിലപ്പോ ഒറ്റ വേർഡില് ചിലപ്പോ 1-2 അക്ഷരങ്ങൾ മാത്രം മാറിയൊക്കെയായിരിക്കും ആ ഒരു വ്യത്യാസം വന്നിട്ടുണ്ടാകുക തന്നിരിക്കുന്ന ആൻസർ ഓപ്ഷനിൽ. അത് വരാതിരിക്കാനാ പറഞ്ഞേ. ഒന്ന് എഴുതി വെച്ചേക്കാം സ്പെക്ട് എന്താണെന്നും പെറ്റ് എന്താണെന്നും അതിന്റെ എക്സ്പാൻഡഡ് ഫോം നോട്ട് ബുക്കിൽ എപ്പോ എഴുതിയതിന്റെ തൊട്ട് താഴെ എഴുതി വെക്കാൻ. കേട്ടോ, മനസ്സിലായോ പറഞ്ഞത് എന്താന്ന്?